പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the most holy name of our Lord be magnified. നമ്മുടെ കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ സ്നേഹിതർക്കും അടുത്തും അകലെയുമായി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യമിത്രങ്ങൾക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം ആദ്യമായി ഞങ്ങൾ അറിയിക്കുന്നു. First of all, we would like to extend our greetings in the name of our Lord and Savior Jesus Christ to all our acquaintances who have gathered here and to all our friends near and far who are within our audible range. കൃപയാൽ ഈ വർഷവും നമുക്ക് കർത്താവ് കൺവെൻഷൻ അനുവദിച്ചു തന്നിരിക്കുകയാണ്. By God's grace, God has allowed us a convention this year also. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രഥമ രാത്രിയിൽ ശക്തിയോടെ നമ്മുടെ മേൽ ആവസിക്കുകയുണ്ടായി. And in the first day of the convention itself, the Holy Spirit came upon us very mightily. പാട്ടുകൾ പാടി സന്തോഷിപ്പാനും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷി ഇന്ന് രാത്രികാലം കേൾക്കുവാനും ഇടയായി തീർന്നു. The Lord helped us to sing and to get rejoiced and to rejoice in the Lord, and also enabled us to hear a blessed witness. ഇന്ന് രാത്രി ധ്യാനത്തിനായി നമുക്ക് രണ്ട് വേദവചനങ്ങൾ വായിക്കാം. For our meditation this evening, we shall read two portions. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 35-36 വാക്യങ്ങൾ വായിക്കാം. The Gospel according to St. Luke, chapter 18, verses 35-36. അവൻ യെരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ടു. ഇതെന്ത് എന്ന് അവൻ ചോദിച്ചു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. ഈ അത്ഭുതത്തിന്റെ രൂപം 3 സുവിശേഷങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. We can see recordings of this miracle in 3 Gospels. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യെരിഹോവിനരികെ യേശു വന്നപ്പോൾ ഈ സംഭവം നടന്നതായി പറയുന്നു. In the Gospel according to St. Luke, it is mentioned this incident took place when Jesus came nigh unto Jericho. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ അവൻ യെരിഹോവിൽ എന്ന് പറഞ്ഞിരിക്കുകയാണ്. But in Matthew chapter 20 verse 19, it is mentioned when Jesus came into Jericho. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46-ാം വാക്യത്തിലും ഈ വസ്തുത നമുക്ക് കാണാം. We can also the same being mentioned in Mark chapter 10 verse 46. മർക്കോസ് ഈ അന്ധനായവന്റെ പേര് വെളിപ്പെടുത്തുന്നുണ്ട്. And in Mark we can see the name of the blind man being mentioned. ഇവനെ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന് മർക്കോസ് പറയുന്നു. And Mark calls him as the son of Timaeus, Bartimaeus. കർത്താവായ യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളിൽ ഒരത്ഭുതമാണ് ഇത്. This is one of the miracles done by Jesus. യേശുവിന്റെ ഐഹിക ജീവിതകാലത്ത് അനേക അത്ഭുതങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. When Jesus was on this earth, he did many miracles. യേശു ചെയ്ത അത്ഭുതങ്ങളെല്ലാം തന്നെ പ്രത്യേക ലക്ഷ്യം വെച്ച് ചെയ്തിട്ടുള്ളവയാണ്. And every miracle done by Jesus had a specific purpose. ആകയാൽ അവയെല്ലാം തന്നെ ആത്മീയമായി കാണുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമത്രേ. So it is very essential that we see it through a spiritual viewpoint and study it accordingly. ഇവിടെ വായിച്ച ഈ അത്ഭുത പ്രവൃത്തി യെരിഹോവിൽ നടന്നതായിട്ടാണ് കാണുന്നത്. We can see this incident, this miracle took place in Jericho. യെരിഹോവിനെ കുറിച്ച് നാം തിരുവചനത്തിൽ വായിക്കുമ്പോൾ അനേക കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. When we study about Jericho from the word of God, we can understand many things. യെരിഹോ ഈ ലോകത്തിന്റെയും മനുഷ്യന്റെയും പ്രതിരൂപമാണ്. And we can see Jericho but as a symbol of this world and also which symbolizes man. ഒരിക്കൽ ചാവുകടലിന്റെ മുത്ത് എന്ന് ഈ യെരിഹോവിനെ വിളിച്ചിരുന്നു. Once it was called as the pearl of the Dead Sea. ഈ പട്ടണത്തെ ഫലപുഷ്ടമാക്കി ഇരുന്ന ഒരു കാലയളവ് ഉണ്ടായിരുന്നു. But there was a time when this city was very prosperous. ഈ പട്ടണത്തെ ഫലപുഷ്ടമാകുവാൻ ഒരു നീരൊഴുക്ക് അതുവഴി കടന്നുപോയിരുന്നു. There was a spring which was flowing through this land which made this land very fruitful. അതുകൊണ്ട് ഇത് ഫലവൃക്ഷങ്ങളുടെ നാടെന്നും അറിയപ്പെട്ടിരുന്നു. So this was also known as a land of fruit trees. ഹെരോദ രാജാവിന് അവിടെ ഒരു കൊട്ടാരം തന്നെ ഉണ്ടായിരുന്നു, വിശ്രമത്തിനായിട്ടൊരു കൊട്ടാരം തന്നെ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. And history says Herod the king, he had a resting palace in this place. യെരൂശലേമിൽ മഞ്ഞ് പൊഴിയുമ്പോൾ യെരിഹോവിൽ നല്ല കാലാവസ്ഥയായിരുന്നു. When there was dew and snow in Jerusalem, Jericho had a good climate. അതുകൊണ്ടാകാം ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് കടന്നുപോയി എന്ന് ബൈബിൾ പറയുന്നത്. Maybe that is the reason why the Bible mentions about a man who travels from Jerusalem to Jericho. എന്നാൽ ഈ യെരിഹോവിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ പല വസ്തുതകൾ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. But when we read about Jericho, we can understand many things. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നാം കടന്നുപോയാൽ
ഈ എരിഹോ പട്ടണം ശപിക്കപ്പെട്ട ഒരു പട്ടണമായി നാം കാണുന്നു. When we read the book of Joshua chapter 6, we can see Jericho being termed as a cursed city. 6-ാം അധ്യായം 1 മുതൽ അവസാന വാക്യം വരെ വായിക്കുമ്പോൾ ഈ വസ്തുത വ്യക്തമായി നമുക്ക് കാണാം. When we read the verse 1 of chapter 6, we can understand this. ദൈവം തകർത്തു കളഞ്ഞ ഒരു പട്ടണമത്രേ എരിഹോ. This was a city which was destroyed by the Lord. അനേക പട്ടണങ്ങളെ നശിപ്പിച്ചു കളഞ്ഞതായി ബൈബിൾ പറയുന്നുണ്ട്. The Bible mentions about many cities which are utterly destroyed. ഉദാഹരണമായി സോദോം, ഗൊമോറ, ആത്മ എന്നീ പട്ടണങ്ങളെ നശിപ്പിച്ചതായി കാണുന്നുണ്ട്. We can see an example of the cities of Sodom, Gomorrah and the city of Admah. സോദോം ഗൊമോറ പട്ടണങ്ങളെ നശിപ്പിക്കുവാനുള്ള കാരണം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നാം കാണുന്നു. We can see the reason of the destruction of the cities of Sodom and Gomorrah being mentioned in the book of Genesis chapter 19. ഈ പട്ടണവാസികളുടെ അഥവാ ഇവരെ കുറിച്ചുള്ളതായ ആവലാതി ദൈവത്തിന്റെ അടുക്കൽ ചെന്നതിനാൽ ദൈവം ഈ പട്ടണത്തെ ഭസ്മീകരിച്ചതായിട്ട് കാണും. We can see the Lord utterly destroyed this city because the fretting of the city reached the presence of the Lord. ആവലാതികൾ വലുതായിരുന്നുവെന്നും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. And we can see the fretting of the people was much abounding. ഈ എരിഹോവിനെ കുറിച്ച് വായിക്കുമ്പോൾ ദൈവം തകർത്തു കളഞ്ഞ നശിപ്പിച്ച ഈ പട്ടണം ഇനി ആരെങ്കിലും പുതുക്കി പണിതാൽ അവൻ ശപിക്കപ്പെട്ടവനെന്നും ദൈവം പറഞ്ഞിരുന്നു. And therefore, God chose to utterly destroy those cities and told if anyone is to rebuild these cities, that person is a cursed person. ആരെങ്കിലും ഈ എരിഹോ പട്ടണം പുതുക്കി പണിയുകയാണെങ്കിൽ അത് പണിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനമിടുമ്പോൾ അവന്റെ മൂത്ത മകനും വാതിൽ വയ്ക്കുമ്പോൾ അവന്റെ ഇളയ മകനും നഷ്ടപ്പെടുമെന്ന് ദൈവം പറഞ്ഞിരുന്നു. And God cursed the city of Jericho, saying, if anyone lays the foundation of the city of Jericho, his eldest son will die, and when he lays and when he puts the doors of that city, his youngest son will die. രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 16-ാം അധ്യായം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16-ാം അധ്യായം 34-ാം വാക്യം വായിക്കുമ്പോൾ when we read 1 Kings chapter 16 verse 34, ബേഥേല്യനായ ഹിയേൽ ഈ പട്ടണം പുതുക്കി പണിയുവാൻ ആഗ്രഹിച്ചു. it is mentioned that Hiel of Bethelite wanted to rebuild Jericho. ദൈവം പറഞ്ഞതനുസരിച്ച് ഈ പട്ടണത്തിന് അവൻ വാതിൽ വെച്ചപ്പോൾ And according to the word of God, when this person Hiel, he laid the door of the city. അവന്റെ മൂത്ത മകൻ അബീറാം മരണപ്പെട്ടു. When he laid the foundation, his firstborn died. പടിവാതിൽ വെച്ചപ്പോൾ And when he set up the gates of that city, ഇളയ മകൻ ശെഗൂബുവും മരണപ്പെട്ടു. his youngest son Segub also died. ശാപനിമിത്തം മരണം താണ്ഡവമാടിയ ഒരു പട്ടണമായിരുന്നു ജെറിഹോ. Jericho was a city which was full of curses. പാപത്തിന്റെയും പാപികളുടെയും ഒരു കൂത്തരങ്ങായിരുന്നു എരിഹോ എന്ന് പറയുന്നതിൽ തെറ്റില്ല. And it is no mistake, it's not wrong to say Jericho was a city filled with sin and sinners. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 25-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ When we read Joshua chapter 6 verse 25, ഈ യെരിഹോവിന്റെ പാപകരമായ നിലയെ നമുക്ക് അവിടെ കാണാം. we can see the sinful state of Jericho mentioned there. അവിടെ നാം രാഹാബ് എന്ന് പറയുന്ന ഒരു വേശ്യയെ കാണുന്നുണ്ട്. Over here it is mentioned about a harlot named Rahab. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യം നാം വായിക്കുമ്പോൾ When we read Luke chapter 10 verse 30, ആ പട്ടണത്തിൽ കള്ളന്മാരുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. we can see thieves dwelt in that city. 19-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ And chapter 19 verse 8, ചുങ്കം പിരിക്കുന്ന ചതിയനായ സക്കായി അവിടെ ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട്. we can see the deceitful Zacchaeus the publican. അതേ അധ്യായം 18-ാം അധ്യായം 35-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ When we read chapter 18 and verse 35, അവിടെ കുരുടന്മാർ അഥവാ അന്ധന്മാരുണ്ടായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. we can see blind and deaf people over there. ആകയാൽ ഈ എരിഹോ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിന്റെ സാക്ഷാൽ ഒരു പകർപ്പായിരുന്നു. So we can compare this Jericho to the present state evil world. ഇന്ന് നാം വസിക്കുന്ന ഈ ഭൂമി അതുപോലെ പാപത്താൽ മലിനപ്പെട്ട ഭൂമിയാണ്. And this current world that we live in is corrupted by sin.
ഈ പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിപ്പാൻ ദൈവം ഇന്നും ആഗ്രഹിക്കുകയാണ്. But God still desires to deliver man from this sinful state. ഈ യെരിഹോവിനൊരു വിടുതൽ ദൈവം ഒരുക്കിയതായിട്ടും തിരുവചനം പറയുന്നുണ്ട്. And the word of God speaks about the deliverance for the city of Jericho. പാപത്തിന്റെ വിളഭൂമിയായിരുന്ന ഈ യെരിഹോവിൽ, In the sinful city of Jericho, ഈ ശപിക്കപ്പെട്ട മണ്ണിൽ വിടുതലിന്റെ ഒരു വഴി ദൈവം തുറക്കുന്നുണ്ട്. God opens a way of deliverance in this sinful city. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ, When we read Joshua chapter 2 verse 24, രാഹാബ് എന്ന വേശ്യയെയും കുടുംബത്തെയും ഒരു ചുവപ്പ് ചരടിനാൽ രക്ഷപ്പെടുത്തിയതായിട്ട് കാണുവാൻ കഴിയും. we can see Rahab the harlot and her family was made to escape through a red scarlet. എന്തുകൊണ്ടാണ് അവളെ രക്ഷപ്പെടുത്തുവാൻ ദൈവം വഴിയൊരുക്കിയത്? Why did God choose a way of escape for this woman? യെരിഹോ ഒറ്റുനോക്കുവാൻ യോശുവ അയച്ചവരെ സംരക്ഷിക്കുന്ന ചുമതല അവൾ ഏറ്റെടുത്ത് അവൾ പ്രയത്നിച്ചു. Because she took upon herself the responsibility of hiding the spies which went out to spy the land of Jericho. അവൾ പാപിയിൽ പാപിയായിരുന്നുവെങ്കിലും അവൾ ചെയ്ത ഈ പ്രവൃത്തി നിമിത്തമായിട്ട് ദൈവം അവളെയും കുടുംബത്തെയും യെരിഹോവിൽ രക്ഷിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നു. Even though she was the chiefest of the sinners over there, because she did this good deed, God chose to deliver this particular ഇന്ന് woman. രാത്രി ഇതുപോലെ അടുത്തോ അകലെയായി ഈ പത്തനംതിട്ട പ്രദേശത്ത് ആരെങ്കിലും ഞങ്ങളുടെ ഈ ശബ്ദം വചനം കേൾക്കുന്നുവെങ്കിൽ, If there is anyone who is listening to our voice near or far within this city of Pathanamthitta, രാഹാബ് എന്ന് പറയുന്ന സ്ത്രീയെ വിടുവിച്ചവനായ ദൈവം സ്നേഹിതരെ നിങ്ങളെയും വിടുവിപ്പാൻ ആഗ്രഹിക്കുന്നു. the God who delivered this woman Rahab is also desiring to deliver you, O friend. പാപത്തിൽ നിന്നും ശാപകരമായ നിലവരത്തിൽ നിന്നെ വിടുവിപ്പാൻ ഇന്ന് രാത്രി കർത്താവായ യേശു ഈ പട്ടണത്തിൽ വന്നിട്ടുണ്ട്. Our Lord Savior Jesus has come into the city tonight to deliver all the sinners in the city. ഒരു ചുവപ്പ് ചരടിനാൽ ഇവൾക്ക് കുടുംബത്തിന് വിടുതലുണ്ടായി. This family got the deliverance by reason of a scarlet rope. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തീർന്നു. And our Lord Jesus, he became an ultimate sacrifice for us on Calvary. ആ കാൽവറി കുരിശിൽ അവന്റെ രക്തത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും വിടുതൽ നൽകുവാൻ യേശു കർത്താവ് ഇന്നും ഒരുക്കമായി വന്നിട്ടുണ്ട്. And God has come here with a willing heart to save all those who are willing to believe upon the blood which was shed for us on the cross of Calvary. മാത്രമല്ല ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, When we read Luke chapter 10 verses 34 through 35, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് അർത്ഥപ്രാണനായി ഉപേക്ഷിക്കപ്പെട്ടു പോയൊരു മനുഷ്യനെ നമുക്ക് അവിടെ കാണാം. we can see a man who fell into the hands of the thieves and who was beaten and left half dead. അവനെ രക്ഷപ്പെടുത്തിയത് നല്ല ശമരിയക്കാരനായിരുന്നു. And it was the good Samaritan who saved this particular man. ഇന്ന് രാത്രികാലം ആ നല്ല ശമരിയക്കാരൻ നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട്. And tonight also that good Samaritan has come in search of us. പാപങ്കരമായ യെരിഹോവിന് ഒരു വിടുതൽ ദൈവം ആഗ്രഹിക്കുന്നു. God is desiring for a deliverance from the sinful state of Jericho. ശപിക്കപ്പെട്ട നിലവരത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants to deliver you from your cursed state. മാത്രമല്ല ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, And similarly when we read Luke chapter 19, 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ, and when we read verses 1 through 11, കാട്ടത്തിയുടെ ചുവട്ടിലെത്തിയ കർത്താവായ യേശു ക്രിസ്തു and God who came underneath the sycamore tree, പാപികളിൽ പ്രധാനിയായ സക്കായിയെ കാട്ടത്തിൽ നിന്ന് വിളിച്ച് താഴെ ഇറക്കി. we can see the Lord hastening Zacchaeus to come down from that tree. അവനെ പേർ ചൊല്ലി വിളിച്ചു, സക്കായിയെ വേഗം ഇറങ്ങി വാ. And calls him by name, Zacchaeus, make haste. അവനെ വിളിച്ച് ഇറക്കി അവനെ രക്ഷിച്ചു. And he brought him down from that tree and he delivered him and saved him. അവന്റെ മനസ്സിൽ അവന്റെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. And there was a great desire in the heart of Zacchaeus. എനിക്ക് യേശുവിനെ കാണണം. I want to see Jesus. ഈ ആഗ്രഹം അറിഞ്ഞ യേശു കാട്ടത്തിയുടെ ചുവട്ടിൽ വന്ന് സക്കായിയെ വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞ് അവനെ വിളിച്ച് ഇറക്കിയതായി കാണുവാൻ കഴിയുന്നു. And Jesus, understanding the desire of the Zacchaeus, he came to the footsteps of the sycamore tree, called up unto Zacchaeus, make haste and come down, and went to his house. കർത്താവായ യേശു ക്രിസ്തുവിനും പാപത്തെ വെറുക്കുന്നു, എന്നാൽ പാപിയെ അവൻ സ്നേഹിക്കുന്നു. Jesus hates sin, but he loves sinners.
വിളിച്ച് ഇറക്കി താഴെ വന്ന സക്കായി യേശുവിനെ കണ്ട മാത്രയിൽ ഒരു ഏറ്റുപറച്ചിൽ നടത്തിയതായിട്ട് കാണാൻ കഴിയുന്നു. As soon as Zacchaeus descended from the tree, when he saw Jesus, immediately he made a confession. സക്കായി എന്താണ് പറഞ്ഞത്? What did Zacchaeus say? ഞാൻ പലരെയും ചതിച്ചിട്ടുണ്ട്, ചതിവായി വാങ്ങിയിട്ടുണ്ട്, എന്നാൽ അതെല്ലാം 4 മടങ്ങ് തിരികെ കൊടുത്തേക്കാം. I have cheated many people, and because of that cheating, if I have taken anything from anyone wrongfully, I will repay him fourfold. ഇതെന്തിനെ വെളിപ്പെടുത്തുന്നു? What does this show? ഒരു പാപിയായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിനെ കാണുന്ന മാത്രയിൽ തന്നെ അവന് രൂപാന്തരം വരികയാണ്. This shows that as soon as a sinner comes to face with Jesus, there is a transformation in that man's life. കർത്താവായ യേശുവിനെ ഒരുവൻ ജീവിതത്തിൽ അറിയുമ്പോൾ അവൻ യഥാർത്ഥമായ ഏറ്റുപറച്ചിൽ നടത്തും. When a man truly comes to know the Lord and Savior Jesus, there is a confession which he makes. ഇവിടെ യേശു പറയുന്നില്ല സക്കായിയെ നീ ഏറ്റുപറയുക, പാപം ഏറ്റുപറയുക, ചതിവായി വാങ്ങിയത് തിരികെ കൊടുക്കുക, ഒന്നും പറയുന്നില്ല. Over here Jesus is not prompting him to confess or to return what he has taken wrongfully. എന്നാൽ യേശുവിനെ കണ്ട മാത്രയിൽ അവൻ ഏറ്റുപറച്ചിൽ നടത്തുകയാണ്. But as soon as he sees Jesus, he makes this confession. ഇതെന്തിനെയാണ് വെളിപ്പെടുത്തുന്നത്? What does this show? ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിനെ കാണുമ്പോൾ As soon as a man sees Jesus, അവനിൽ പാപത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു. he becomes aware of his sins. അവനൊരു അനുതാപമുള്ള ഹൃദയമുണ്ടാകുന്നു. And he gets a repenting heart. അവനിലൊരു ഏറ്റുപറച്ചിൽ നടക്കുകയാണ്. And he makes a confession. അവനിൽ നീതീകരണവും വിശുദ്ധീകരണവും ദൈവം ചെയ്യിക്കുകയാണ്. And God does the work of justification and sanctification in his life. എന്താണ് വചനം പറയുന്നത്? What does the word say? രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. And all those who desire for salvation, I will bring him into that salvation. യേശു എന്താണ് സക്കായിയോട് പറയുന്നത്? What does Jesus tell Zacchaeus? ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു. Because this person is also the son of Abraham. Salvation has come into this house. ഒരുവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ, When a person comes to the Lord Jesus, അവനെ ദൈവം തന്നെ മകനായി മകളായി അംഗീകരിക്കുന്നു. he is accepted as the son and daughter of the Lord. ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു. For as much as he is also the son of Abraham, salvation has come to this house. അവന്റെ വീട്ടിലേക്ക് കടന്നു പോകുവാനും അവനോട് പാർക്കുവാനും യേശു ആഗ്രഹിക്കുകയാണ്. Jesus wanted to go to his house and to dwell with him in that house. ഇന്ന് രാത്രി ഈ പ്രവൃത്തി ചെയ്യുവാൻ യേശു ആഗ്രഹിക്കുന്നു. The same work the God desires to do over here also. ഈ സക്കായിയെ പോലെ നല്ല ഹൃദയവും മനസ്സിനും ഉടമയായിരിക്കുന്ന സ്നേഹിതരെ, Oh friends who are also having this heart like Zacchaeus, നിങ്ങളുടെ നല്ല ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്ന യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. God who wants to grant you the desire of your heart has come this evening over here also. അവൻ നിന്നെ രക്ഷിക്കുകയും ശാപഗ്രസ്തമായ നിലയിൽ നിന്നെ വിടുവിക്കുകയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. He wants to save you and to deliver you from your cursed state. നിന്നെ തന്റെ കുടുംബത്തിൽ അവന്റെ കുടുംബത്തിൽ അംഗമാക്കിയത് മകനാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. He wants to make you a member or a son of his family. സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും നിനക്ക് തരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. And he wishes to grant you all the spiritual blessings from heaven above. ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു. For as much as he is also the son of Abraham, salvation has come to this house. രാത്രികാലം ഞങ്ങളെ കേൾക്കുന്ന മിത്രമേ, ആരെങ്കിലും ഈ രക്ഷ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, Oh dear friend who are listening to us, if any of you desire to get this salvation, ഇനി ഒട്ടും വൈകേണ്ട കാര്യമില്ല. please do not tarry. സക്കായിക്ക് വിടുതൽ കൊടുത്ത യേശു, The Lord and Jesus who gave salvation unto Zacchaeus, അർത്ഥപ്രാണനായി വഴിയിൽ കിടന്നതായ മനുഷ്യനെ രക്ഷിച്ച നല്ല ശമരിയൻ, and the good Samaritan who gave back the life unto the person who was left half dead on the way, പട്ടണത്തിൽ വലിയ പാപിനിയായവളെ രക്ഷിച്ചവൻ, and the one who saved the great sinner in that city, ഇന്ന് രാത്രികാലം നിനക്കും മതിയായവനായി ജീവിക്കുന്നു. that Lord, same God is living well enough for you. അത് പൂർണ്ണമായി വിശ്വസിക്കുന്നവരും ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുമായ ദൈവത്തിന്റെ മക്കൾ കരങ്ങളെ ഉയർത്തിരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. ലൂക്കോസിന്റെ സുവിശേഷം 18 അധ്യായം 35 വാക്യത്തിലേക്ക് വരുമ്പോൾ, When we read Luke chapter 18 verse 35, അവിടെ നാം എരിഹോവിലെ ഒരു കുരുടനെ കാണുന്നു. we can see the blind man by the city of Jericho. ഈ എരിഹോവിലെ കുരുടൻ യഥാർത്ഥ പാപിക്ക് സമനാണത് നിഴലാണ്. And this blind man is a shadow of a true sinner.
2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, When we read 2 Corinthians 4:4, St. Paul says, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയെന്നാണ്. in whom the God of this world hath blinded the minds of them which believe not, lest the light of the glorious gospel in Christ, who is the image of God, should shine unto them. സാത്താൻ ചെയ്യുന്നൊരു വലിയ പ്രവൃത്തിയെ കുറിച്ച് പൗലോസ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുകയാണ്. Over here, St. Paul is mentioning about the work which is done by Satan. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. The God of this world is blinding the eyes of the unbelievers. ഇവരുടെ മനസ്സത്രേ കുരുടായിരിക്കുന്നത്. Their hearts or their minds have become blinded. ഈ അവസ്ഥയിൽ നിന്ന് ഒരുവൻ വിടുവിക്കപ്പെടേണ്ടതുണ്ട്. And from this state a man has to be delivered. ഈ അവസ്ഥയിൽ നിന്ന് വിടുവിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ വചനം അവന്റെ ഉള്ളിൽ വരണം. And for a man to be delivered from this state, the word of God has to reach this person. ഈ യോഗത്തിന്റെ ആരംഭത്തിൽ നാം കേട്ടല്ലോ, As we heard in the beginning of this meeting, പരിശുദ്ധാത്മാവിനാൽ വെളിച്ചം വരും. through the Holy Spirit light comes. വചനത്താൽ വെളിച്ചമുള്ളിൽ വരും. And through the word of God light shines. ഇന്ന് രാത്രികാലം ഇതുപോലെ അന്ധരായിരിക്കുന്നവർക്ക് വിടുതൽ നൽകുവാൻ യേശു ആഗ്രഹിക്കുന്നു. And to all such blind people, God has come here, Jesus has come here to give you deliverance this evening. അവരുടെ മനസ്സിന്റെ നിലവാരത്തെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants to change the state of your current mind. സകലവിധമായ അന്ധതയിൽ നിന്നും അവളെ വിടുവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants to deliver him or her from such blindness. നാം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് പോയാലോ, When we read Revelation chapter 3, 17-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, we can read likewise in verse 17. ഈ കുരുടൻ ആത്മീയ പിന്മാറ്റക്കാരനെയും കാണിക്കുന്നു. This blindness shows a spiritual backsliding. ലവോദിക്ക സഭയോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്. And the Holy Spirit speaks unto the church at Laodicea. സഭയുടെ അഭിപ്രായം എന്താണ്? What is the opinion of the church? ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. I am rich, I am increased with goods, and I have need of nothing. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു? But what does the Holy Spirit say? 17-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, We can understand when we read verse 17. നീ കുരുടനാണ്. You are blind. എന്താണ് ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത്? What happened to them? ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത്, അവരിപ്പോൾ ആത്മീയമായി പിന്മാറ്റത്തിലേക്ക് പോയിരിക്കുകയാണ്. They are spiritually backslidden. ഇപ്പോൾ അവർ പറയുന്നത് മാത്രമാണ്, പ്രവൃത്തിയിൽ പലതുമില്ല. They are saying many things, they are claiming many things, but none of that is seen in their works. പരിശുദ്ധാത്മാവ് പറയുന്നതിന്റെ പുറം കണ്ണ് തുറന്നിരിക്കുകയാണ്. And the Holy Spirit says your outward eye is opened, അകമേയുള്ള കണ്ണോ അടഞ്ഞിരിക്കുന്നു. but your inward eye is shut. അദൃശ്യ ലോകത്തെയും And the invisible world, അദൃശ്യ ആത്മീയ സത്യങ്ങളെയും കാണുവാൻ ഇവർക്ക് കഴിവില്ല. they are not able to see even the invisible spiritual truths. അവരാണ് കുരുടന്മാർ. They are the blind people. മനുഷ്യൻ സാത്താന്റെ ചതിക്കുഴിയിൽ അകപ്പെട്ടു. And even man has fallen into the deceitful pit of Satan. ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, When the first man committed sin, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് പോയാൽ, when we read Genesis chapter 3 verse 7, തിന്നരുതെന്ന് പറഞ്ഞ ഫലം അവർ തിന്നപ്പോൾ, when he ate of the forbidden fruit, ഇരുവരുടെയും കണ്ണു തുറന്നു എന്ന് നമ്മുടെ വായിക്കുന്നുണ്ടല്ലോ. we can see their eyes were opened. എന്നാൽ സാത്താൻ അവരുടെ പുറമേയുള്ള കണ്ണുകൾ തുറന്നു, അകമേയുള്ള കണ്ണുകളോ തിരുമ്മി അടച്ചു കളഞ്ഞു. But Satan opened their outward eyes but closed their inward eyes. റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്ന് നമ്മൾ 1:21 വായിക്കുന്നു. When we read Romans chapter 1 verse 21, we can see their heart was darkened. പുറമേയുള്ള കണ്ണുകൾ കാണുന്നുണ്ടെങ്കിലും അകമേയുള്ള കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. Even though they have vision for their outward eye, they lost sight inside their inward eye. ഈ ആത്മീയ പിന്മാറ്റത്തിൽ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ അവരെ മടക്കി വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. If anyone is seen in the spiritual backslidden state, God wants to bring you back. ഈ ആത്മീയ അന്ധത നിന്നെ ഒരു പിന്മാറ്റക്കാരനായി മാറ്റിയിരിക്കുകയത്രേ. The spiritual blindness has made you a backslidden person. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, സാക്ഷ്യമുണ്ട്, ഇതെല്ലാം ഉണ്ടായിരിക്കും. You have songs, you have rejoicing, you have testimony, everything. എന്നാൽ ശ്രേഷ്ഠമായ ആത്മീയ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ളതായ വെളിപ്പാട്
വെളിപ്പാട് നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നുവോ? But you have lost the revelation of great spiritual blessings. നിന്റെ ആത്മീയ പിന്മാറ്റത്തെ ചികിത്സിച്ച് ഭേദമാക്കുവാൻ യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. And Jesus the Lord wants to heal you of your backslidden state. എന്താണ് പരിശുദ്ധാത്മാവ് ലവോദിക്ക സഭയോട് പറയുന്നത്? What the Holy Spirit say to the church in Laodicea? ഈ അവസ്ഥയിൽ നിങ്ങൾ വിടുതൽ പ്രാപിക്കുവാൻ, For you to be delivered from this state, കരയേണ്ടത്, കണ്ണീരൊഴുക്കേണ്ടത് ആവശ്യമത്രേ. it is very essential that you cry and pray with tears. ആ കണ്ണീരിനെ കുറിച്ചാണ് പറയുന്നത്, നിങ്ങൾ വില കൊടുത്തത് വാങ്ങേണ്ടത് ആവശ്യം. And that's why it says you have to pay for that. ഒരു നാൾ നിനക്ക് സൗജന്യമായതെല്ലാം തന്നു. Once you received all this very freely, നീയോ അതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. but you wasted it all away. ഇനി ഇത് പ്രാപിക്കണമെങ്കിൽ നീ വളരെ കണ്ണീരൊഴുക്കേണ്ടിയിരിക്കുന്നു. But now if you have to get back this experience, you have to shed much tears. കണ്ണീരൊഴുക്കുന്നവർക്ക് അവൻ വീണ്ടും അനുഗ്രഹങ്ങൾ നൽകുമെന്ന് വാഗ്ദത്തം ചെയ്യുക. And God is promising his blessings to those who shed their tears. ഈ യെരിഹോവിൽ കണ്ടതായ കുരുടനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, When we read about this blind person in Jericho, കുരുടൻ എന്ന് പറയുമ്പോൾ തന്നെ അവൻ അന്ധനാണല്ലോ. and we can say he's a blind person. വെളിച്ചമായ ദൈവവും വെളിച്ചമായ ദൈവത്തിന്റെ വചനവും ഇല്ലാതെ അവൻ ഇരുട്ടിലായിരിക്കുകയാണ്. He is in the blind without knowing God who is light and the word of God which is light. ദൈവത്തിന്റെ വചനം അവന്റെ ഉള്ളിലില്ല. The light of the word of God is not in him. രക്ഷകനായ യേശു അവന്റെ ഉള്ളിലില്ല. The Savior Jesus is not in him. അവനിപ്പോൾ അന്ധനഥവാ കുരുടനായിരിക്കുന്നു. He is a blind person. റോമാലേഖനം 2-ാം അധ്യായത്തിലേക്ക് പോയാൽ, When we read Romans chapter 2, 20-ാം വാക്യം വായിക്കുമ്പോൾ, when we read verse 20, എന്താണ് നമ്മൾ വായിക്കുന്നത്? what do we see there? നീ കുരുടർക്ക് വഴികാട്ടി, You are a person who shows the way for the blind, ഇരുട്ടുള്ളവർക്ക് വെളിച്ചം, and you are a light for the people in darkness, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ്. and you are an instructor of the foolish. എന്നാൽ നീ ഇതെല്ലാം ഉപദേശിക്കുന്നു, അന്യനെ ഉപദേശിക്കുന്നവനെ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്തെന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. The Holy Spirit is asking, why are you not teaching yourself who is teaching others? പ്രിയ സഹോദര, സ്നേഹിത, ഇന്ന് നീ അവസ്ഥയിലായിരിക്കുന്നുവോ? Dear brother, dear sister, are you also in this current state? വെളിച്ചത്തിലുള്ള വേർപാടും അകൽച്ചയുമാണ് ഇവന്റെ അന്ധത. The blindness that he is facing is a separation from light. ഇന്ന് രാത്രികാലം ഈ അന്ധതയിൽ നിന്ന് അനേകരെ വിടുവിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. God is desiring to deliver many from this spiritual blindness this evening. യൂദയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, When we read about Judah, ഏതാണ്ട് 3.5 വർഷക്കാലം യേശുവിനോടുകൂടെ നടന്നവൻ, and he walked with Jesus for almost 3.5 years. യേശു പറഞ്ഞ സുവിശേഷമൊക്കെ കേട്ടവൻ, He listened to all the gospels which was told by Jesus. യേശു നടത്തിയ അത്ഭുതമൊക്കെ കണ്ടവൻ, He saw, he was a witness to all the miracles done by Jesus. യേശുവിനോട് അന്ത്യ അത്താഴത്തിൽ പങ്കെടുത്തവൻ. He also partook of the last supper by Jesus. പക്ഷെ യൂദയ്ക്ക് എന്ത് സംഭവിച്ചു? But what happened to Judas? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 30-ാം വാക്യം വായിക്കുമ്പോൾ, When we read John the Gospel chapter 13 verse 30, നാം അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. we can read like this there. യേശുവിന്റെ കയ്യിൽ നിന്ന് അപ്പക്കണ്ണം അവൻ വാങ്ങി, As soon as he received the soap from God, ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. he got up immediately, അപ്പോൾ രാത്രിയായിരുന്നു. and it was night. പ്രിയപ്പെട്ട സ്നേഹിതരെ, ദൈവമക്കളെ, ചിന്തിക്കുക. Oh dear brothers, dear believers, please meditate upon this word of God. അവനൊരു അന്ധനായി പോയി. He became a blind person. അവൻ ഇരുട്ടിലായി പോയി. He became into darkness. ഇതുപോലെ ആരെങ്കിലും ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുന്നുവെങ്കിൽ, And if any one of you is hearing this particular word of God this evening, ഇന്ന് രാത്രികാലം നിന്റെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരുത്തുവാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. Jesus has come here to bring about a change to your life. ഒരുപക്ഷെ നിങ്ങൾ എവിടെങ്കിലും മറഞ്ഞു നീ സുവിശേഷ വചനം കേൾക്കുകയായിരിക്കാം. You might be hiding yourself somewhere and listening to the word of the gospel. സ്നേഹിത, നിന്നെ വിടുവിപ്പാനായിരിക്കാം ഈ സുവിശേഷ ഘോഷണം. Oh friend, this gospel meetings might be for the reason for your salvation. രാത്രിക്ക് വിടുതൽ തരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. And he is desiring to give you deliverance this evening. യേശു കർത്താവ് രക്ഷകനായി വന്നിട്ടുണ്ട്. Jesus has come to our midst as a savior നിന്റെ അന്ധതയെ മാറ്റുവാൻ, to remove your blindness, നിന്നെ കാഴ്ചയുള്ളവനാക്കി തീർക്കുവാൻ, to make you as a person who is able to see, ദൈവത്തിന്റെ വചനം തന്ന പരിശുദ്ധാത്മാവിനെ തന്നു നിന്നെ വിടുവിക്കുവാൻ, to give you the word of God and the Holy Spirit and to deliver you. രാത്രി കർത്താവ് ആഗ്രഹിക്കുന്നു. This night God desires so. ഈ അന്ധതയ്ക്ക് 3 കാര്യങ്ങളാണുള്ളത്. And there is 3 reasons for this blindness. ഇവിടെ എരിഹോവിൽ കാണുന്ന അന്ധൻ,
we can see the blind man in അവന്റെ Jericho. അന്ധതയ്ക്ക് 3 കാര്യങ്ങളുണ്ട്. 3 reasons behind this man's blindness. ഒന്നാമത്തേത് പാപമത്രേ. Firstly, it is sin. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ, When we read John the Gospel chapter 3 verse 19, വായിക്കാം. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. അവൻ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. and men love darkness rather than light. പാപം ചെയ്യുന്ന പ്രവൃത്തി ഇതാണ്. And this is the work which is done by sin. വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിക്കുക. It makes you to love darkness more than light. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, Therefore St. Paul says, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളാകരുത്. be not be partakers of the unfruitful works of darkness. പിന്നെ എന്താണ് ചെയ്യേണ്ടതിന് ലാഘവത്തോടെ കാണരുത്. Do not esteem it very lightly. അതിനെ സ്നേഹിക്കരുത്. Do not like it. Do not love it. അതിനെ ശാസിക്കുക അത്രേ വേണ്ടത്. You must rebuke that darkness. അതാ ഇവിടെ നാം കാണുന്നു. That is what is mentioned here. ഈ അന്ധതയ്ക്ക് ഒന്നാമത്തെ കാരണം അവന്റെ പാപമത്രേ. The primary reason for this man's blindness is the sin in his life. പാപം ഒരു മനുഷ്യനെ അന്ധനാക്കി വച്ചിരിക്കുകയാണ്. Sin is making a man blind. നമ്മുടെ ദേശത്ത് എത്രയോ പാപികൾ ഇങ്ങനെയുള്ള അന്ധന്മാരുണ്ട്. How many such blind people are in this land? അവരുടെ അന്ധതയ്ക്ക് കാരണം പാപമത്രേ. The reason of their blindness is sin. ഈ പാപത്തിൽ നിന്ന് മനുഷ്യൻ വിടുവിക്കപ്പെട്ടേ മതിയാകൂ. It is very essential that man is delivered from this blindness which is caused by sin. രണ്ടാമത്തെ കാരണം, The second reason, അവനെ അന്ധനാക്കിയ രണ്ടാമത്തെ കാരണം, the secondary reason of this blindness, സാത്താൻ അഥവാ പിശാചത്രേ. it is Satan or the devil. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യം മുമ്പ് ഞങ്ങൾ പറഞ്ഞല്ലോ. As we told you before, 2 Corinthians 4:4, ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. and the God of this world hath blinded the minds of them which believe not. ഈ ലോകത്തിലെ ദൈവം സാത്താൻ അഥവാ പിശാചത്രേ. The God of this world is the devil or Satan. അവൻ അനേകരെ അടിമപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. He has enslaved many. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ എന്താണ് നിവർത്തിച്ചത്? But what did Jesus finish on the cross of Calvary? ഈ നിലവരത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ വിടുവിപ്പാൻ, In order to deliver man from this pathetic state, യേശു കാൽവറിയിൽ പരമയാഗമായി തീർന്നു. Jesus became the ultimate sacrifice on the cross of Calvary. ഈ യാഗത്തിൽ എന്താണ് നടന്നത്? What happened in this sacrifice? നമ്മുടെ സ്നേഹിതരൊക്കെയും കഴിഞ്ഞ ആഴ്ച കഷ്ടാനുഭവ ആഴ്ച യേശുവിന്റെ കഷ്ടങ്ങളെ ധ്യാനിക്കുകയായിരുന്നല്ലോ. And in the last week our friends were observing the Passover, the Passion. എന്തായിരുന്നു ഈ കഷ്ടാനുഭവങ്ങളിൽ യേശു ചെയ്തത്? What was the sufferings which was undertaken by Jesus? യേശു കഷ്ടം സഹിച്ചതിനാൽ നമുക്ക് എന്ത് നേട്ടമുണ്ടായി? What was the benefit of Jesus undertaking all these sufferings upon himself? തിരുവചനം വ്യക്തമായി പറയുന്നു. The word of God very clearly says, കൊലോസ്യ ലേഖനത്തിലും എബ്രായ ലേഖനത്തിലും പൗലോസ് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. St. Paul mentions this in the book of Colossians and also the epistle to the Hebrews. യേശു കാൽവറിയിൽ മരണത്താൽ പിശാചിന്റെ തലയെ തകർത്തു. And by the death on the cross of Calvary, Jesus destroyed the head of the enemy or the Satan. അവൻ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. And he became an overcomer on the cross of Calvary. അവന്റെ തലയെ തകർത്തു എന്ന് പറഞ്ഞാൽ, And meaning to destroy his head, meaning അവന്റെ ജ്ഞാനത്തെയും ശക്തിയെയും അധികാരത്തെയും നശിപ്പിച്ചെന്നത്രേ. meaning to say God destroyed his knowledge, his power and authority. അവന്റെ സകല ശക്തിയും അഫലമാക്കിയെന്നത്രേ. And God caused to nullify all his powers. കർത്താവായ യേശുവിന്റെ കാൽവറി യാഗത്താൽ അതത്രേ നടന്നത്. And this is what happened through the sacrificial death on the cross of Calvary. പിശാചിന്റെ മേൽ നടന്ന വലിയ ന്യായവിധിയാണ് കാൽവറിയിൽ സംഭവിച്ചത്. And that was the great judgment which was brought upon Satan on the cross. ആകയാൽ ഇവന്റെ അന്ധതയ്ക്ക് കാരണം പിശാചാണ്. So the secondary reason of this man's blindness is Satan. ഇന്ന് രാത്രി ഈ ശക്തിക്ക് ആരെങ്കിലും അടിമകളായിരിക്കുന്നെങ്കിൽ, If any of you are enslaved to this power this evening, ഈ അന്ധതയിൽ വിടുവിക്കുവാൻ ഒരേ ഒരു മാർഗമുണ്ട്. there is only one way of escape or deliverance from this blindness. യേശുവിന്റെ കാൽവറി ബലിയിൽ പൂർണ്ണമായി വിശ്വസിക്കുക. You must completely believe on the sacrificial death on the cross of Calvary of Jesus. യേശു സാത്താന്റെ തലയെ കാൽവറിയിൽ തകർത്തുവെന്ന് വിശ്വസിക്കുക, ധൈര്യപ്പെടുക, ഏറ്റുപറയുക. You believe and you confess that Jesus died for you on the cross of Calvary.
കർത്താവ് നിങ്ങൾക്ക് ജയം തരുവാൻ ആഗ്രഹിക്കുന്നു. And definitely Jesus is desiring to give you that victory this evening. മൂന്നാമതായിട്ട് ഇവന്റെ അന്ധതയ്ക്ക് കാരണം What is the tertiary reason of this man's blindness? ന്യായവിധിയത്രേ. It is a judgment. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നു. We can read this in Luke the Gospel chapter 19 verse 42. വായിക്കാമോ? 19:42. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. അടുത്തത്, ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. But now they are hid from thine eyes. ഇവന്റെ അന്ധതയ്ക്കുള്ള ഒരു കാരണമത്രേ ഇതത്രേ. This is one of the reasons of this man's blindness. ഈ ന്യായവിധി എന്നുള്ളത് അവന് മറഞ്ഞിരിക്കുകയാണ്. This judgment is hid from this man's eyes. എന്നാൽ പ്രിയ സ്നേഹിതരെ, ഒരു വലിയ ന്യായവിധി വരാൻ പോകുന്നുള്ളത് നിങ്ങൾ മറക്കരുത്. Oh dear friend, do not forget that a great judgment is going to come. ഒരു വലിയ ന്യായവിധി വരാൻ പോകുകയാണ്. There is a great judgment going to come. ആ ന്യായവിധിയിൽ നീ വിടുവിക്കപ്പെട്ടേ മതിയാകുള്ളൂ. It is essential that you be delivered from this judgment. ഇത് അറിയാത്തതിനാൽ അനേകരുടെ കണ്ണുകൾ ഇന്ന് കുരുടായിരിക്കുന്നു. And not knowing this, the eyes of many are blinded. ഇത് അവരുടെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നു. It is hid from many's eyes. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ വീണ്ടും ശക്തമായി പറയുന്നു, ഒരു ന്യായവിധിയുണ്ട്. But tonight we are again saying this very vehemently, there is a judgment coming. ആ ന്യായവിധിയിൽ വിടുവിക്കപ്പെടുവാൻ ഏക മാർഗവുമുണ്ട്. And there is only one way of escape from this judgment. ബൈബിളിൽ ന്യായവിധിയെക്കുറിച്ച് അനേക കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. In the Bible, many things are mentioned about judgment. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പഠിക്കുമ്പോൾ 20 ന്യായവിധികളെ കുറിച്ച് പറയുന്നുണ്ട്. And from the book of Genesis to the book of Revelation, 20 judgments are mentioned in the Bible. അതിനെക്കുറിച്ച് ചുരുക്കമായി പറയുകയാണെങ്കിൽ, And if you were to mention all of them in short, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. we can read Matthew the Gospel chapter 8 verse 12. രാജ്യത്തിന്റെ പുത്രന്മാരുടെ മേൽ വരുന്ന ന്യായവിധി. There is a judgment on the sons of the kingdom. അവരെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് കാണുന്നു. They are put away into the outer darkness where there is weeping and gnashing of teeth. രാജ്യത്തിന്റെ പുത്രന്മാരെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾ, ഈ ലോകത്തിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നവർ. And the children of the kingdom are those who are doing the pleasures and the will of this world. അവരുടെ മേൽ കഠിനമായ ന്യായവിധി വരാൻ പോകുകയാണ്. A terrible punishment is going to come upon such. രണ്ടാമത് മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, When we read Matthew the Gospel chapter 22, 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. and verse 13 we can see, കല്യാണ വസ്ത്രം ധരിക്കാത്ത മനുഷ്യനെ കുറിച്ച് കാണുന്നുണ്ട്. we can see over there a person or a man who does not have the wedding garment. അവനെ വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. It is very clearly mentioned upon the judgment that is pronounced upon that man. അവൻ എങ്ങനെയാണ് ആ വിരുന്നുശാലയിലേക്ക് പ്രവേശിച്ചത്? How did he enter into that wedding feast? യജമാന്റെ ദാസന്മാർ പറഞ്ഞ വാക്കുകളൊന്നും അവൻ കൂട്ടാക്കിയില്ല. He did not heed to the words of the servants of that ruler. ഇന്ന് അനേക ദാസന്മാരെ യജമാനൻ ലോകത്തിലാക്കിയിരിക്കുകയാണ്. And God has appointed many of his servants, but in this world this now. അതേ, നീ ശ്രേഷ്ഠയായി തീരണമെങ്കിൽ ആ വാക്ക് നീ കേട്ടനുസരിക്കണം. In order for you to be excellent and to proceed spiritually, you have to heed the words of these servants. ഇവന് സംഭവിച്ചതായ പരാജയം അവിടെയാണ്. That is the mistake or the failure of this person. യജമാനത രാജാവ് വന്ന് അവനെ കണ്ട് ചോദിക്കുന്നു, സ്നേഹിതാ, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ എങ്ങനെ വന്നു? And the ruler comes and asks him, friend, where is your wedding garment? അവനെ കാലും കൈയും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിയെന്ന് നാം വായിക്കുന്നു. We can see his hands and feet were bound and he was put into the outer darkness. മൂന്നാമത്തെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, And thirdly, when we read Matthew the Gospel chapter 25, താലന്ത് വ്യാപാരം ചെയ്യാത്തവനെ കുറിച്ച് വായിക്കുമ്പോൾ അവന്റെ മേൽ വരുന്ന ന്യായവിധിയെ കുറിച്ച് കാണാം. we can see the judgment upon a person who does not trade his talents. 30-ാമത്തെ വാക്യത്തിൽ അവനെ കുറിച്ച് കാണുന്ന കൊള്ളരുതാത്ത ദാസൻ എന്നാണ്. And in verse 30, he is termed as an unprofitable servant. എന്തുകൊണ്ടാണ് അവൻ കൊള്ളരുതാത്ത ദാസനായി പോയത്? Why did he become an unprofitable servant? അവനെ ഏൽപ്പിച്ച താലന്ത് അവൻ വ്യാപാരം ചെയ്യാതെ എല്ലാം കുഴിച്ചു മൂടി വെച്ചു. He dug up and hid his talent and did not trade his talents. ഇതാ യജമാനൻ അവനെ നോക്കി വിളിക്കുകയാണ്. And looking unto him, his master calls him, ദുഷ്ടനും മടിയനും അഥവാ കൊള്ളരുതാത്തവനായ ദാസനെ, O unprofitable evil servant. അവന് വരുന്ന ന്യായവിധിയെ കുറിച്ച് ബൈബിൾ വ്യക്തമാക്കുന്നു. Even his judgment is
very clearly mentioned in the Word of God. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യം വായിക്കുമ്പോൾ Matthew the Gospel chapter 19 verse 36. മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായ ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. And to every, even the smallest word that you utter, but unto any man you have to give account on the day of judgment. ഓരോ വാക്കുകളും ശ്രദ്ധിച്ചില്ലെങ്കിൽ സൂക്ഷിച്ചില്ലെങ്കിൽ അത് നിമിത്തം ന്യായവിധിയിലേക്ക് വരുമെന്ന് പറയുന്നു. If you do not pay close attention to every word that you speak, you have to give an account to it on the day of judgment. ഇത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, Not only this, dear beloved, ബൈബിളിൽ പല വാക്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും 3 വാക്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. though there are many verses mentioned in the Bible, 3 verses very clearly mentions about this. മനുഷ്യന്റെ ചിന്തകൾ, നിരൂപണങ്ങൾ, The thoughts, the imaginations of man, മോഹങ്ങൾ, ഇവയെല്ലാം ന്യായം വിധിക്കപ്പെടും. even the lust of man is going to be judged on that day. 1 കൊരിന്ത്യർ 4-ാം വാക്യം, 1 Corinthians 4:4, 2 കൊരിന്ത്യർ 5-10 വാക്യം, 2 Corinthians 5:10, ഫിലിപ്പിയർ 1-9 വാക്യം, and Philippians 1:9. ഈ വാക്യങ്ങളെല്ലാം ചേർത്ത് പഠിച്ചാൽ When we read all these verses together, മനുഷ്യന്റെ ചിന്തകൾ, the thoughts of man, നിരൂപണങ്ങൾ, his imaginations, മോഹങ്ങൾ, his lusts, എന്തിലെല്ലാം അവന് ഭ്രമമുണ്ടോ അതെല്ലാം ന്യായം വിധിക്കപ്പെടും. and to all those his heart inclines unto, all that will be judged on that day. ആകയാൽ ദൈവജനമേ, നമ്മൾ ഭയമുള്ളവരായിരിപ്പീൻ. That's why, O people of God, we have to be much fearful. നാം ഇവിധമായിരിക്കുന്ന നിലയിലായിരിക്കുന്നുവെങ്കിൽ നാം അന്ധത നമ്മെ ബാധിച്ചിരിക്കുന്നു ഓർത്തുകൊള്ളണം. If you were to continue in this state, your blindness is sticking upon you. ഈ അന്ധതയിൽ നമ്മെ വിടുവിപ്പാൻ കർത്താവായ യേശു ഇന്ന് രാത്രി ആഗ്രഹിക്കുകയാണ്. And Jesus is desiring you to deliver you from this blindness this evening. പ്രിയ സ്നേഹിതരെ, നിങ്ങളെ വിടുവിപ്പാൻ അവൻ ഇവിടെ വന്നിട്ടുണ്ട്. Oh dear friend, Jesus has come in order to deliver you. ആകയാൽ നിത്യമായ ന്യായവിധിയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ, In order to be delivered from eternal judgment, നമുക്ക് വെളിച്ചത്തിലേക്ക് വരാം. shall we all come into this light? എല്ലാവർക്കും കാഴ്ച നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. And God wants to give each and every one of you sight. രാത്രിന്റെ അന്ധത മാറ്റുവാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. Jesus has come here this evening in order to remove you from your blindness. ഇതാ നാം ഇവിടെ വായിക്കുമ്പോൾ When we read here, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 35-ാം വാക്യത്തിൽ, Luke, the Gospel chapter 18 verse 35, ഈ കുരുടൻ അഥവാ അന്ധൻ ഇരക്കുന്നവൻ അഥവാ യാചിക്കുന്നവനായിട്ട് കാണുന്നു. this blind man is sitting on the wayside begging. ഇവനെ ഒരു യാചകനായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. He is seen here as a beggar. കാഴ്ചയില്ലാത്ത കണ്ണുകൾ ആരുടെയും സഹതാപം പിടിച്ചു പറ്റും. And this blindness of this man can bring the sympathy of any man upon himself. അതുകൊണ്ടാണ് പല അന്ധന്മാരും യാചക വൃത്തി ഏറ്റെടുക്കുന്നത്. That's why many blind people turn to begging. പാപിതന്റെ കൈ കരുണയ്ക്കായി നീട്ടുകയാണ്. This sinner is extending his hand for mercy. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇത് തന്നെയാണ് കാണുന്നത്. We can see the same thing being mentioned in Acts of the Gospel chapter, Acts of the Apostle chapter 3 verse 2. സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിൽക്കൽ, And upon the city gate beautiful, ജന്മനാ മുടന്തനായ ഒരുവനെ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. we can see a lame person over there. അപ്പോസ്തലന്മാർ കടന്നു പോകുമ്പോൾ When the apostles were passing by, എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി അവരുടെ മുഖത്തേക്ക് നോക്കുകയാണ്. he is looking upon the eyes of these apostles, expecting something from them. എന്താണ് അവന്റെ പ്രതീക്ഷ? What is his desire? വല്ലതും കിട്ടുമെന്നാണ് അവന്റെ പ്രതീക്ഷ. His expectation is that he will get something from them. ഇതാണ് ഇവനെ ഒരു യാചകനാക്കി തീർത്തത്. And this is what made him a beggar. മാത്രമല്ല, Not only that, നാം യാചകൻ എന്ന് പറയുമ്പോൾ അവന്റെ ആവശ്യമാണിത്, അതുകൊണ്ട് അവൻ യാചിക്കുന്നു. this beggar, that is his need, therefore he is begging. എന്തെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷ അവനുണ്ട്. He is having an expectation that he will get something. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് പോയാൽ, When we read Luke the Gospel chapter 15 15-ാമത്തെ വാക്യത്തിൽ verse 15, അപ്പന്റെ ഇളയ മകൻ അഥവാ ധൂർത്തപുത്രൻ, and we can see about the prodigal son, the younger son of the father. എല്ലാം ധൂർത്തടിച്ച ശേഷം, And after wasting all the things that he had, ദേശത്തിലെ പൗരനെ ആശ്രയിച്ചു പോയതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. we can see he trusted upon the citizen of that land. അവൻ എന്താണ് ആഗ്രഹിക്കുന്നത്? What is his desire? അവനിപ്പോൾ എന്താണ് വേണ്ടത്? What does this man അവന് need? ആഹാരം ആവശ്യമത്രേ. He wants food.
ആ ആഹാരത്തിന് വേണ്ടി ദേശത്തിലെ പൗരന്റെ അടുക്കലേക്ക് അവൻ ചെന്നിരിക്കുകയാണ്. He is coming unto the citizen of that land in order to get some food. ആഹാരം കിട്ടുന്നതിന് വേണ്ടി അവൻ വാഞ്ചിക്കുകയാണ്, അഥവാ ആഗ്രഹിക്കുകയാണ്. He is desiring or he is wanting something to eat. അപ്പന്റെ അടുക്കൽ എല്ലാം ഉണ്ടായിരുന്നു. And he had everything in his possession when he was with his father. എല്ലാം അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുകയാണ്. But now he has wasted away everything that he had. എന്നാൽ ഇപ്പോ ഇതാ അവൻ അന്യദേശത്ത് പോയി എല്ലാം നഷ്ടപ്പെടുത്തി ദേശത്തിലെ പൗരന്റെ അടുക്കലേക്ക് ആഹാരത്തിനായി പോയിരിക്കുന്നു. But now he's gone to an unknown land. He's wasted all his possession, and now he's trusting upon the citizen of that country. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് പോയാൽ When we read Mark the Gospel chapter 5, രക്തസ്രവക്കാരി സ്ത്രീയെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. we can see a woman with an issue of blood. അവളുടെ രക്തസ്രവം നിമിത്തമായിട്ട് അവൾ പല വൈദ്യന്മാരിലും ആശ്രയം തേടി. By reason of this sickness, she trusted in many physicians. ഒരു വൈദ്യനും അവളെ വിടുവിപ്പാൻ കഴിഞ്ഞില്ല. But no physician was able to help her. എന്താണ് അവൾക്ക് ആവശ്യം? What is her need? അവളുടെ രോഗത്തിന് വിടുതലത്രേ ആവശ്യം. Her need is the deliverance from her sickness. ഈ യഥാർത്ഥ ആവശ്യങ്ങൾ ആരും പരിഹരിക്കുന്നില്ല. But no one is giving a deliverance or an answer to the true need of these people. ഈ പറഞ്ഞവരുടെ ആവശ്യങ്ങൾ ആരും പരിഹരിച്ചു കൊടുത്തില്ല. But no one is solving the true need of these three people. ഈ എരിഹോവിലെ കുരുടന് കാഴ്ചയാണ് ആവശ്യം. This blind man, what he truly needs is eyesight. ധൂർത്തുപുത്രന് ആഹാരമാണ് ആവശ്യം. This prodigal son, he truly requires food. ഇതാ ഈ രക്തസ്രവം ബാധിച്ച സ്ത്രീക്ക് സൗഖ്യമാണ് ആവശ്യം. And the woman with an issue of blood, what she truly needs is a healing. എന്നാൽ ഈ കുരുടൻ കാഴ്ചയ്ക്ക് പകരമായിട്ട് എന്താ ചോദിക്കുന്നത്? But what is this blind man asking instead of asking for eyesight? ഇവൻ പണം ചോദിക്കുകയാണ്. He is asking alms or money. പലരോടും സഹായം അഭ്യർത്ഥിക്കുകയാണ്. He is asking of help from many. ഇത് ശരിയായ രീതിയാണോ? Is this a true way? നിനക്ക് ആവശ്യം കാഴ്ചയല്ലേ? What this man truly needs is eyesight. നീ ഇപ്പോൾ ചോദിക്കുന്നത് എന്താണ്? But what is he asking for? പണമാണ് ചോദിക്കുന്നത്. He is asking for money. ഇന്നത്തെ മനുഷ്യന്റെയും പ്രശ്നം ഇവിടെയാണ്. This is the true state of a current man. പലർക്കും സംഭവിച്ച പരാജയം ഇവിടെയാണ്. This is also the failure of many people. പലർക്കും വേണ്ടത് പദവികളും പ്രതാപവുമാണ്. Many want position and status. സ്ഥാനമാനങ്ങളാണ്. They want higher positions. പ്രശസ്തിയാണ്. They want fame. ഇത് വിൽക്കുന്ന വ്യവസായ കേന്ദ്രമായി ഇന്ന് മതങ്ങൾ മാറിയിരിക്കുന്നു. And nowadays religion has become a place of selling this fame to people. പ്രിയ സ്നേഹിതരെ ശ്രദ്ധിക്കണമേ. Oh dear friend, please pay heed. ഇതതിന്റെ ആവശ്യം എന്താണ്? What is your true need? ഒരേ ഒരു വഴിയുണ്ട്. There is only one way. മനുഷ്യൻ പോകേണ്ടവന്റെ അടുക്കൽ പോകണം. Man has to go to the person he has to go to. എത്തേണ്ടിടത്ത് എത്തിച്ചേരണം. He has to reach that specific destination. നീ പല വൈദ്യന്മാരിലും ആശ്രയിച്ചു പോകേണ്ടവനല്ല. You are not to be one who is going behind many physicians. പല വൈദ്യന്മാരിലും ആശ്രയിച്ചു പോകേണ്ടവളുമല്ല. You are not a woman who has to go behind many physicians. ഒരേ ഒരു വൈദ്യനുണ്ട്. There is only one true physician. നസറേയനായ യേശു അത്രേ. That is the Jesus of Nazareth. അത് എന്റെ രക്ഷകനത്രേ. He is my savior. രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? How many of you believe that this evening? യേശു എന്റെ സൗഖ്യദായകൻ. Jesus is my healer. യേശു എന്നെ വിടുവിക്കുന്നവൻ. Jesus is my deliverer. ആവശ്യങ്ങൾ നിറവേറ്റുന്നവൻ. And he is the one who grants me my need. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How many of you truly believe? യേശു എന്റെ സൗഖ്യദായകൻ. Jesus is my physician and my യേശു healer. എന്റെ രക്ഷകൻ. Jesus is my deliverer. രാത്രി വിടുവിക്കുന്നവൻ വന്നിട്ടുണ്ട്. And the true savior has come to our midst this evening. അവന്റെ അടുക്കലേക്ക് ചെന്നാൽ വിടുതൽ പൂർണ്ണമാണ്. And when you come nigh unto him, you will get complete deliverance. വചനം എന്തു പറയുന്നു? What does the word say? എവിടെ രക്ഷയുണ്ട് അവിടെ രോഗശാന്തിയുണ്ട്. Where there is deliverance, there is healing. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തിയവരെ സൗഖ്യമാക്കും. I will grant upon thee healing and health and heal you. സത്യത്തിന്റെയും സമാധാനത്തിന്റെയും സാമർത്ഥ്യം അവർക്ക് വെളിപ്പെടുത്തും. And I will give unto him the truth and the light. ഇന്ന് രാത്രി പന്തലിൽ ബലഹീനരോ രോഗികളായ ആരെങ്കിലും വന്നിരിക്കുന്നെങ്കിൽ, If there is anyone sick and weak under this bundle, ഇവിടെ പല വൈദ്യന്മാരില്ല, ഒരേ ഒരു വൈദ്യനുണ്ട്. there are no many physicians, there is only one true physician. അവൻ യേശു
യേശു കർത്താവത്രേ. That is the Lord Jesus, എനിക്ക് സൗഖ്യം തന്നവൻ, the one who gave me healing, എന്റെ സഹോദരന് സൗഖ്യം കൊടുത്തവൻ, and the one who gave my brother healing, ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് സൗഖ്യം നൽകിയവൻ, and the one who granted many over here seated over here രാത്രി healing. നിനക്ക് സൗഖ്യം തരുവാൻ മതിയായവനായി He is വന്നിട്ടുണ്ട്. well able to grant you healing this evening also. എവിടെ രക്ഷയുണ്ടോ അവിടെ സൗഖ്യവുമുണ്ട്. Where there is salvation, there is healing also. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? Tonight, how many of you believe? വിശ്വസിക്കുന്നവരെ സൗഖ്യമാകുവാൻ യേശു നമ്മുടെ മധ്യ നടകൊള്ളുന്നു. Jesus has come down in our midst to heal all those who are believing upon him. നമുക്ക് കർത്താവിൽ വിശ്വസിക്കാം. Shall we put our faith and our belief on അവൻ him? നമ്മെ സൗഖ്യമാക്കുന്ന ദൈവം. He is our God, our healer. നീ യാചിക്കേണ്ടത് മനുഷ്യരോടല്ല. You must not beg of people, of നീ man. ആശ്രയിക്കേണ്ട വൈദ്യന്മാരുടെ അടുക്കലല്ല. You must not put your trust upon നീ physicians. പോകേണ്ടത് ദേശത്തിലെ പൗരന്റെ അടുക്കലല്ല. You must not go to the citizen of a country, യേശുനാഥന്റെ അടുക്കലേക്ക് ചെന്നാട്ട്. but rather come unto your Lord Jesus. അവൻ നിന്നെ ഇന്ന് രാത്രികാലം വിടുവിപ്പാൻ ആഗ്രഹിക്കുന്നു. He is desiring you to deliver you this evening. അടുത്തായിട്ട് നാം ഇവിടെ വായിക്കുമ്പോൾ Nextly, when we read ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 35-ാം വാക്യത്തിൽ in Luke 18 verse 35, അവൻ വഴിയരികെ ഇരിക്കുകയാണ്. he is sitting on the wayside. ഈ മനുഷ്യൻ ഇപ്പോൾ വഴിയരികിലാണ് ഇരിക്കുന്നത്. This blind man is sitting on the wayside, by the wayside. പെരുവഴിയെ ആധാരമാക്കിയിരിക്കുന്ന ഒരു യാചകൻ. He is sitting on the side of the highway. ഇതെന്തിനെ വെളിപ്പെടുത്തുന്നു? What does this show? ഞാനൊരു അനാഥനാണ്. I am a lonely person. എനിക്ക് മറ്റാരുമില്ല. I do not have anyone else. രണ്ടാമത് അവന്റെ നിസ്സഹായ അവസ്ഥയെ വെളിപ്പെടുത്തുന്നു. Secondly, this is showing his helpless state. എന്നെ സഹായിപ്പാൻ ആരുമില്ല. There is no one who is able to help me. ഓ, ഇന്ന് രാത്രി ഇങ്ങനെയുള്ളവരെ അത്ര യേശു നോക്കുന്നത്. And this evening, Jesus is looking upon such people. ഈ വഴി ഏതാന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. You must know which is this way. അവൻ എരിഹോവിലെ വഴിയരികിലാണ് ഇരിക്കുന്നത്. He is sitting on the wayside towards Jericho. ഇത് കള്ളന്മാർ ധാരാളമുള്ള വഴി. This is a way which is full of thieves and robbers. അതുകൊണ്ടാണ് യെരൂശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോയവന്റെ കയ്യിൽ എല്ലാം പിടിച്ചു വാങ്ങി അർത്ഥപ്രാണനായി അവനെ വഴിയിൽ തള്ളിയിട്ട് പോയി. That's why we read about a man who traveled from Jerusalem and Jericho, who fell into the hands of thieves, who took away everything that he had, and he was beaten to half death. അടിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വഴിയിൽ ഉപേക്ഷിച്ചു. He was beaten and wounded and bruised, and he was left on the wayside half dead. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ When we read John the Gospel chapter 5 verse 17, ഇതേ ഒരു അനുഭവമാണ് ബെത്സൈദ കുളക്കരയിൽ കാണുന്നത്. this same is such similar incident we can see on the poolside of Bethsaida. കഴിഞ്ഞ 38 വർഷമായി ആ കുളക്കരയിൽ കിടക്കുന്ന ഒരു പക്ഷവാത രോഗി. We can see about a man sick with palsy who was laid beside this pool of Bethsaida. അവനിപ്പോൾ എന്താണ് പറയുന്നത്? What is he saying? എനിക്കാരുമില്ല. I have no one. എന്നെ ഈ കുളത്തിലേക്കൊന്ന് എടുത്തിറക്കുവാൻ ആരുമില്ല. There is no one to push me into this pool. എന്നെ സഹായിപ്പാൻ ആരുമില്ല. There is no one to help me. അവന്റെ നിസ്സഹായ അവസ്ഥയെ നോക്കുക. Look at his helpless state. യെരൂശലേം വിട്ട് യാത്ര ചെയ്ത ഈ മനുഷ്യന്റെ ദുരവസ്ഥ. This is also the similar state of the man who traveled from Jerusalem to Jericho. അർത്ഥപ്രാണനായി കിടക്കുന്നവനെ സഹായിപ്പാൻ മറ്റാരുമില്ല. There is no one to help this man who is left there half dead. വഴിയരികെ ഇരിക്കുന്ന അന്ധനെ സഹായിപ്പാൻ ആരുമില്ല. There is no one to help this blind man who is sitting on the wayside. എന്നാൽ ഇതാ അവിടേക്കൊരുവൻ നടന്നു വരികയാണ്. But here, behold, there is one who is walking by that wayside. നിന്റെ അവസ്ഥയിൽ നിന്നെ വിടുവിപ്പാൻ, In order to deliver you from your current state. നിസ്സഹായ അവസ്ഥയിൽ നിന്നെ വിടുവിപ്പാൻ, In order to deliver you from your helpless state. പെരുവഴി ആധാരമായിരിക്കുന്ന നിന്നെ വിടുവിപ്പാൻ, In order to deliver you who was begging by the wayside. നിന്നെ സർവസമ്പന്നനാക്കുവാൻ, To make you rich. നിന്റെ എല്ലാ നിലയിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ, In order to deliver you from all your situations. ശക്തനായ ഒരു യേശു അവിടേക്ക് വരികയാണ്. There is Jesus who is very capable and able. മാത്രമല്ല വീണ്ടും നാം വായിക്കുമ്പോൾ, Not only that, when we read again that portion, കടന്നു പോകുന്ന ഒരു ബഹു പുരുഷാരത്തെ നമുക്ക് അവിടെ കാണാം. we can see a multitude following Jesus. നാം ഇവിടെ എന്താണ് വായിച്ചത്? What did we read here? അവനിപ്പോൾ കണ്ണ് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും Even though he is not able to see, പുരുഷാരം കടന്നു പോകുന്നത് അവൻ കേട്ടുവെന്നാണ്. he heard there was a multitude passing. ആ ശബ്ദം കേട്ടവൻ മനസ്സിലാക്കിയെന്നാണ്. And hearing that noise, he came to understand.
ഈ കൂട്ടത്തിൽ പക്ഷേ പുരോഹിതന്മാർ കാണും. Perhaps there might be priests on this in this group. ലേവ്യർ കാണും. There might be Levites in that group. മറ്റനേകരും കാണും. There might be many others also in this group. ഒരുപക്ഷേ അവരെല്ലാം യാദൃശ്ചിയാ കടന്നു പോകുന്നവരായിരിക്കാം. Perhaps they might have come there perchance. വചനം എന്ത് പറയുന്നു? What does the word of God say? സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കരുത്. Do not put your trust upon man who cannot help you. അവർക്ക് നിന്നെ സഹായിപ്പാൻ കഴിയില്ല. They cannot help you. പുരോഹിതനും ലേവ്യനുമുണ്ട്. There are priests, there are Levites. അവർ പക്ഷേ മതകർമ്മങ്ങളിലൊക്കെ വ്യാപൃതരായിരിക്കാം. They might be very well known of all the spiritual practices. അവർക്ക് സഹായിപ്പാൻ കഴിഞ്ഞെന്ന് വരില്ല. They are not able to help you. ഇതാ നിന്നെ സഹായിപ്പാൻ കഴിയുന്ന മറ്റൊരുവനുണ്ട്. But there is another who is able to help you. നീ അവന്റെ അടുക്കൽ ചെല്ലണം. You must come unto him. എന്നാൽ അത് ചെയ്യാതെ But instead of doing that, ഇന്ന് അനേകർ കടന്നു പോകുന്ന മറ്റു പലരും ആശ്രയിക്കാറുണ്ട്. man is running towards many others. അത് പാടില്ല. You should not do that. സഹായിപ്പാൻ കഴിവുള്ള ഒരുത്തനുണ്ട്. There is only one who is able to help you. അതാരാണ്? Who is that? യേശു കർത്താവ്. That is the Lord Jesus. അവൻ ആര്? Who is he? അവൻ വലിയവൻ. He is great. മാത്രമല്ല Not only that, ഇവിടെ നമ്മൾ വായിക്കുന്നു, when we read this portion, കടന്നു പോകുന്ന ഒരു ബഹുപുരുഷാരമുണ്ട്. there was a great multitude following. ഇതെന്തിനെയാണ് വെളിപ്പെടുത്തുന്നത്? What does this show? യേശുവിനെ കാണുവാൻ തടസ്സമായി നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. There are a group of people which is an hindrance from you from seeing Jesus. ലോകത്തിൽ ഇങ്ങനെയുള്ളവർ ഇന്നും കണ്ടേക്കാം. There are such people even seen in this world. നാം യേശുവിന്റെ അടുക്കലേക്ക് കടന്നു പോകാതെ വണ്ണം നമ്മെ തടഞ്ഞു നിർത്തുന്നവർ. There are a group of people who are hindering you from coming close to Jesus. അവർ യേശുവിനേക്കാൾ ഉയരമുള്ളവരായിരിക്കാം. They are taller than Jesus perhaps. ചിലപ്പോൾ പല കഴിവുകളുള്ളവരായിരിക്കാം. They are more talented also. ഇവർ നിമിത്തമായിട്ട് ഈ അന്ധന് യേശുവിനെ കാണുവാൻ കഴിയുന്നില്ല. But because of these people, this blind man cannot discern Jesus. പ്രിയ സ്നേഹിതരെ, ഇന്ന് നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ, Oh dear friend, if this is your state this evening, ആ പുരുഷാരത്തിന്റെ നടുവിൽ നീ പുറത്തു വരേണ്ടത് ആവശ്യം. it is very essential you come out from the midst of that multitude. ആ പുരുഷാരം അല്ലെങ്കിൽ അവർ നിന്നെ തടഞ്ഞു നിർത്തുക മാത്രമാണ് ചെയ്യുന്നത്. This multitude or this group of people will only hinder you. അവർ യേശുവിന്റെ അടുക്കലേക്ക് നീ കടന്നു വരുന്നതിന് എപ്പോഴും തടസ്സമായിരിക്കും. They will only serve as an hindrance from you coming close to Jesus. അവരുടെ അടുക്കൽ നീ പുറത്തഥവാ വെളിയിൽ വരേണ്ടിയിരിക്കുന്നു. And you must separate yourself. You must come out from this multitude. ഈ അന്ധനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, When we read about this blind person, ഇപ്പോൾ നാം ഇവിടെ കാണുന്ന മറ്റൊരു വസ്തുതയുണ്ട്. we can see another instance over here. എന്നുള്ള വാക്യം നാം വായിച്ചു വരുമ്പോൾ, When we read verse after verse, അവൻ നിലവിളിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. we can see he started to cry. ഈ അന്ധൻ എങ്ങനെയാണ് യേശു കടന്നു പോകുന്നത് അറിഞ്ഞത്? How did he come to know that Jesus is passing by? അവന് എങ്ങനെയെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കാം. Somehow or the other he came to know. അവൻ യേശു അതുവഴി പോകുന്നെന്ന് അറിഞ്ഞു. As soon as he came to know that Jesus was passing by, ഇപ്പോൾ അവൻ കരയാൻ ആരംഭിച്ചു. now he's starting to cry. നിലവിളിക്കേണ്ടത് ആരോടാണെന്ന് ഇപ്പോൾ അവന് മനസ്സിലായി. Now he understood unto whom he must cry. ഇതുവരെ ഉള്ളവന്റെ നിലവിളിക്ക് മറുപടി ലഭിച്ചിട്ടില്ല. And hitherto all his cries fell upon deaf ears. ഇപ്പോൾ ഇതാ അവന്റെ യഥാർത്ഥ നിലവിളി കേൾക്കുന്ന ഒരുവൻ അവിടെ എത്തിയിട്ടുണ്ട്. But now there is a person over there who is able to hear his true cry. അവൻ നിലവിളിപ്പാൻ തുടങ്ങി. He started to cry. ഉച്ചത്തിൽ നിലവിളിച്ചു. He started crying with a loud noise. പലരും പറഞ്ഞു കാണും, മിണ്ടരുത്, ശബ്ദമുണ്ടാക്കരുത്, യേശുവാണ് പോകുന്നത്. Many people told him to keep quiet, do not make much noise because Jesus is passing by. എന്നാൽ യേശു എന്താണ് ചെയ്തത്? But what did Jesus do? ആ നിലവിളിക്കുന്നവന്റെ മുമ്പിൽ അവൻ മനസ്സലിഞ്ഞു. And before that cry, his heart melted. നിലവിളിക്കുന്നവന്റെ നിലവിളി അവൻ കേട്ടു. He heard the cry of the crier. കേൾവി എന്ന് പറയുന്ന ഒരു പ്രധാന വസ്തുതയാണ്. And hearing is a very important trait that we have. കാഴ്ചയേക്കാൾ അധികം കേൾവിക്ക് പ്രാധാന്യമുണ്ട്. And hearing is more important than eyesight. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, When you read Revelation chapter 1 verse 12, എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കേൾക്കേണ്ടതിന് and in order to hear the voice that spake with me, ഞാൻ തിരിഞ്ഞു നോക്കിയെന്നാണ് കാണുവാൻ കഴിയുന്നത്. I turned.
ദൈവത്തിന് സ്തോത്രം. Praise be to God. ഇതാ അവിടെ നാം വെളിപ്പാട് 12 അങ്ങനെയാണ് വായിക്കുന്നത്. We read likewise in Revelation 1:12. ഇവിടെ ഇതാ അവന് കാഴ്ചയില്ലെങ്കിലും Even though this blind man does not have sight, യേശുവാണ് പോകുന്നതെന്ന് അവൻ അറിഞ്ഞു. he came to know Jesus is passing by. അവൻ നിലവിളിപ്പാൻ തുടങ്ങി. And he started to cry. യേശു അതുവഴി കടന്നു പോകുന്നു. And Jesus is passing by. ലോക ചരിത്രത്തിലും യേശു കടന്നു പോകുകയാണല്ലോ. Even in the world history also Jesus is passing by. അതുകൊണ്ടാണല്ലോ ചരിത്രം ഇന്ന് രണ്ടായി വിഭാഗിക്കപ്പെട്ടിരിക്കുന്നത്. That is why history is divided into two. ക്രിസ്തുവിന് മുൻപ് ക്രിസ്തുവിന് പിൻപ്. There is before Christ and Anno Domini. ഈ കർത്താവായ യേശു ഇന്നും നമുക്ക് വേണ്ടി കടന്നു പോകുകയാണ്. And even the same Jesus is passing by for us today also. നിലവിളിക്കുന്നവന് നിലവിളി അവൻ കേൾക്കുന്നു. He hears the cries of those who are crying unto him. പല നിലകളിലുള്ള നിലവിളിയെക്കുറിച്ച് വിശുദ്ധ വേദം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. This word of God speaks to us about many types of crying. അനേകർ നിലവിളിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. We can see many people who cried unto God. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം 21 വാക്യം വായിക്കുമ്പോൾ, When we read John the Gospel chapter 16 verse 21, ഒരു കുഞ്ഞിന്റെ ജനനത്തിങ്കിൽ മാതാവ് നിലവിളിക്കുന്നു. upon the birth of a child the mother is crying. ഇത് സ്വാഭാവികവും താൽക്കാലികവുമായ നിലവിളിയാണ്. This is a natural and a temporary cry. പിന്നത്തേത് സന്തോഷപ്രദവുമാണ് ഈ കരച്ചിൽ. But afterwards it becomes a joy. ലോകത്തിലേക്ക് ഒരു പൈതൽ ജനിച്ചല്ലോ എന്നോർത്തവൾ പിന്നീട് സന്തോഷിക്കുന്നു. And after coming to know that the child is born, she becomes joyful. അങ്ങനെ ഒരു നിലവിളിയെക്കുറിച്ച് നമുക്ക് കാണാം. We can see such a crying in this world. മറ്റൊന്ന്, Another one, മത്തായിയുടെ സുവിശേഷം 15 അധ്യായത്തിൽ വായിക്കുമ്പോൾ, when we read Matthew the Gospel chapter 15, ഒരു കനാന്യ സ്ത്രീ നിലവിളിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നു. we can see the cry of a Canaanite woman. തന്റെ മകളുടെ ഭൂതോപദ്രവം നിമിത്തമായി അവൾ യേശുവിന്റെ അടുക്കൽ ചെന്ന് നിലവിളിക്കുകയാണ്. By reason of the demon-possessed daughter, she is crying unto Jesus. മകളുടെ വിടുതലിന് വേണ്ടിയുള്ള നിലവിളി. She is crying for the deliverance of her daughter. മർക്കോസിന്റെ സുവിശേഷം 15 അധ്യായത്തിൽ വായിക്കുമ്പോൾ, When we read Mark the Gospel chapter 15, 4 വാക്യത്തിൽ, verse 4, യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയ ബഹുപുരുഷാരത്തിന്റെ നിലവിളി. we can see the crying or the lamenting of the people who are seeing Jesus being led to crucifixion. ഇവനെ ക്രൂശിക്ക എന്ന് അവർ ആക്രോശിക്കുകയാണ്. And they are crying with a voice saying, crucify him, crucify him. നാലാമതായി മത്തായിയുടെ സുവിശേഷം 27 അധ്യായത്തിൽ, And fourthly, Matthew the Gospel chapter 27, 50 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, verse 50, when we read, ഇതാ കാൽവരി ക്രൂശിൽ യേശു കർത്താവ് നിലവിളിക്കുന്നു. we can see over there the cry of our Lord Jesus on the cross of Calvary. എലി എലി ലമാ ശബക്താനി എന്ന് പറഞ്ഞവൻ ഉച്ചത്തിൽ നിലവിളിക്കുക. He is crying with a loud voice, Eli, Eli, lama sabachthani. പിതാവാം ദൈവം തന്നെ കൈവിട്ടുവോ എന്നൊരു തോന്നൽ. And he had a feeling that God the Father forsook him. എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും അകലെ നിന്ന് വചനം കേൾക്കുന്നവർക്ക് വേണ്ടിയും പിതാവിനെ അല്പനേരത്തേക്ക് കൈവിട്ടു, മുഖം മറച്ചു കളഞ്ഞു. For me and for you and to all those who are hearing this gospel, for a short while, Father forsook his only begotten Son. കർത്താവായ യേശു ക്രിസ്തു നിലവിളിക്കുകയാണ്. Over there, Jesus our Lord is crying. ആ നിലവിളിയാലാണ് സഭ ഉൽപാദിതമായത്. And because of the cry, it became the reason or the source of the birth of the church. ആ നിലവിളി തന്റെ സന്തതിയെ കണ്ടുകൊണ്ടായിരുന്നു. And that cry was because he saw his seed. മാത്രമല്ല ഒരു കാര്യം കൂടെ പറഞ്ഞ വിഷയം അവസാനിപ്പിക്കട്ടെ. Let me tell you one more thing and conclude this topic. മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിൽ വായിക്കുമ്പോൾ, When we read Matthew the Gospel chapter 25, 30 വാക്യത്തിൽ, verse 30, നരകത്തിലെ നിലവിളിയുടെ കരച്ചിലിനെ കുറിച്ച് നമുക്ക് അവിടെ കേൾക്കാം. we can also hear, we can see the crying which we can hear from hell. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടായി എന്നാണ് കാണാൻ കഴിയുന്നത്. There shall be weeping and gnashing of teeth. ഒരിക്കലും തീരാത്ത ഒരു വിലാപം, unending lamentation. അനേകർ അവിടേക്ക് പോകുവാൻ ലോകത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. Many people in this world are getting themselves ready to go to this place. ആ കരച്ചിലും പല്ലുകടിയിലും ഒരു കൂട്ടം ജനത്തെ വിടുവിപ്പാനാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. We are doing such conventions because in order to deliver many people from this situation. പ്രിയ സ്നേഹിതാ, നീ ഇത് ഏറ്റെടുക്കുന്നുവെങ്കിൽ, Dear friend, if you are willing to accept this, നീ ഒന്ന് നിലവിളിക്കുന്നുവെങ്കിൽ, if you are willing to cry, യേശുവിനോട് നിലവിളിക്കുന്നുവെങ്കിൽ, if you are going to cry to
Jesus. രാത്രി നിന്നെ ശിക്ഷാവിധിയിൽ ന്യായവിധിയിൽ അവൻ വിടുവിക്കും. And God is able to deliver you from punishment and judgment this evening. യെരിഹോവിലെ കുരുടൻ നിലവിളിച്ചു. And this man at the city of Jericho, he cried. ജനങ്ങൾ വിലക്കിയിട്ടും അവൻ നിലവിളിക്കുകയാണ്. Even though the people that told him to stop, he is still continuing to cry. അവൻ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. He is continuing to cry. കാഴ്ച കിട്ടും വരെയും നിലവിളിച്ചു. He cried till he got his sight. ദൈവവചനം എന്ത് പറയുന്നു? What does the word of God say? കാത്തിരിക്കണം. We must tarry, we must wait. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. പൂർവ്വപിതാവായ അബ്രഹാമിനെ കുറിച്ച് വായിക്കുമ്പോൾ When we read about our forefather Abraham, വിശ്വാസത്താൽ ദീർഘക്ഷമയാൽ അവൻ വാഗ്ദത്തങ്ങളെ അവകാശമാക്കി എന്ന് പറയുന്നു. by faith he was able to inherit the promise with patience. അത് ഞാനും നിങ്ങളും പ്രാപിക്കേണ്ടെന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ്. And the apostle is saying that I and you have to get that experience. നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ കാത്തിരുന്ന് പ്രാപിച്ചു. Our forefathers received by sitting faithfully. ദൈവം നൽകുന്നതുവരെയും നിലവിളിച്ചുകൊണ്ടിരുന്നു. They continued to cry until they received it from God. ഇതാ ഇവൻ നിലവിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. Over here this man is continuing to cry. ഇതാ അവന്റെ നിലവിളി യേശു കർത്താവ് കേൾക്കുന്നു. And Jesus the Lord is hearing this man's cry. അവന് വേണ്ടി അവിടെ അത്ഭുതം ചെയ്യുന്നു. And he is doing a miracle for this person. എന്നാൽ ഈ അത്ഭുതം നടക്കണമെങ്കിൽ But for this miracle to take place, ഇവൻ കരഞ്ഞാൽ മാത്രം പോരാ. it is not only that he must cry. ഇവന് 3 കാര്യം ആവശ്യമാണ്. 3 things are essential for him. ഒന്ന്, അവന്റെ നിസ്സഹായ അവസ്ഥയ്ക്ക് അനുസരിച്ച് അവൻ നിലവിളിക്കണം. He must cry according to his helpless state. 2, അവന്റെ ആവശ്യ ബോധമനുസരിച്ച് അവൻ നിലവിളിക്കണം. Secondly, he must cry with the need of his heart. 3, അവന്റെ താല്പര്യം പോലെ അവൻ നിലവിളിക്കണം. Thirdly, he must cry with the desire from his heart. ഇതെല്ലാം നമുക്ക് ഈ വചനങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. We can understand all this from the verses. അങ്ങനെ അവൻ അധികമായി നിലവിളിക്കുകയാണ്. And likewise he is crying more and more. ഏറ്റവും അധികം നിലവിളിച്ചു. And he cried more. ശക്തമായ പ്രാർത്ഥനയ്ക്ക് യേശു തമ്പുരാനെ പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞു. The strong prayer can even put our Jesus to stand. അവന്റെ ശക്തമായ കരച്ചിൽ തുടർന്നതിനാൽ യേശു അവിടെ നിന്നു. And because of this man's vehement cry, Jesus stood still. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇന്നും യേശു പ്രവർത്തിപ്പാൻ ശക്തനാണ്. Dear people of God, Jesus is well able to perform miracles even today. അവിടെ നാം വായിക്കുമ്പോൾ യേശു നിന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. Over there we can see Jesus stood still. യേശു എവിടെ നിന്നോ അവിടെ അത്ഭുതമുണ്ട്. Where Jesus stood, there a wonder, a miracle took place. രാത്രി യേശു ഈ പന്തലിനുള്ളിൽ നിൽക്കുകയാണ്. Tonight Jesus is standing in the midst of this pandal. എത്ര ദൈവത്തിന്റെ മക്കൾ വിശ്വസിക്കുന്നു? How many people of God do believe? യേശു എന്റെ അരികിൽ നിൽക്കുന്നു. Jesus is standing right next to me. യേശു ഈ പന്തലിൽ നടകൊള്ളുന്നു. Jesus is walking in the pandal tonight. രാത്രി നിന്റെ ആവശ്യം എന്ത്? Tonight, what is your need? നിന്റെ ആവശ്യം നിറവേറ്റുവാൻ In order to fulfill your need, വല്ലഭനായവൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. the well-abled one, he is here. എത്ര പേർ വിശ്വസിക്കുന്നു? How many of you believe? രാത്രി യേശു എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. Tonight Jesus has come for my sake. നാളുകളായി നിലവിളിക്കുന്ന നിന്റെ നിലവിളി കേട്ട് And hearing your cry of many days, സങ്കടം പോക്കി Jesus wiped away the tears. നിന്നെ വിടുവിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു. He wants to deliver you. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. വിശ്വസിക്കുന്ന ദൈവജനമേ, നിങ്ങൾ ദൈവത്തിൻ മഹത്വത്തെ കാണും. ഇപ്പോൾ ദൈവത്തിൻ മഹത്വത്തെ കാണും. വിശ്വസിക്കുന്ന ദൈവജനമേ, നിങ്ങൾ ദൈവത്തിൻ മഹത്വത്തെ കാണും. ഇപ്പോൾ ദൈവത്തിൻ മഹത്വത്തെ കാണും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, കരയുന്നവർക്ക് വേണ്ടി, കരഞ്ഞുകൊണ്ടേയിരിക്കുന്നവർക്ക് വേണ്ടി രക്ഷകൻ, വിടുവിക്കുന്നവൻ ഇതാ നമ്മുടെ നടുവിൽ നിൽക്കുന്നു. To all those who believe, to all those who are crying, and all those who are continuing to cry, the Savior, the Deliverer is in our midst this evening.
അവൻ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. He continued to cry. യേശു അവന്റെ നിലവിളി കേട്ടു. Jesus heard his cry. പൂർവ്വപിതാവായ യാക്കോബ്, Our forefather Jacob, എങ്ങനെയാണ് അനുഗ്രഹം പ്രാപിച്ചത്? how did he receive his blessing? അവൻ പറയുകയാണ്, He is telling, ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. Lord, unless you bless me, I will not leave you. അവൻ അങ്ങനെ പറഞ്ഞതിനാൽ And because he said so, അവനെ അനുഗ്രഹിക്കുകയാണ്. and God is blessing him. ഹോശേയ പ്രവചനത്തിൽ നാം വായിക്കുമ്പോൾ When we read the prophetical book of അവൻ Hosea, കരഞ്ഞ് യഹോവയോട് അപേക്ഷിച്ചു എന്നാണ്. he is crying unto the Lord. He is crying and asking unto the Lord. കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അനുഭവം. He is crying and praying unto God. പ്രിയ ദൈവമക്കളെ, പലർക്കും ഈ കരച്ചിലും പ്രാർത്ഥനയും ഒന്ന് കുറഞ്ഞിരിക്കുകയാണ്. Oh dear people of God, many people have lost their experience of praying with tears. പൂർവ്വപിതാക്കന്മാർ ദൈവാനുഗ്രഹം പ്രാപിച്ചത് കരച്ചിലിനാലും പ്രാർത്ഥനയാലും അത്രേ. Our forefathers received their blessing by reason of their prayers and tears. ഇന്ന് രാത്രി കണ്ണുനീരോടെ ആര് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ പ്രാർത്ഥന അവൻ കേൾക്കും. And tonight, if you are willing to cry with tears, God will definitely hear your cry. നിന്റെ കണ്ണുനീര് മറികടന്ന് അവൻ ഏതുമില്ല എന്ന് പറഞ്ഞു പോവുകയില്ല. He will not pass by your tears saying it is nothing. അവൻ നിന്റെ നിലവിളി കേൾക്കും. He will definitely hear your cry. പ്രിയമുള്ളവരെ, അവൻ ആരാണ്? Oh dear people of God, who is he? അവനത്രേ നസറേനായ യേശു. He is the Jesus of Nazareth. യോഹന്നാൻ 1:46 വായിക്കുമ്പോൾ When we read John the Gospel, chapter 1, verse ഒരു 46, ചോദ്യമുണ്ട്. there is a question there. നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? Will any goodness come out of Nazareth? അതെ, വരും. എന്താണ് നസറേത്തിൽ നിന്ന് വരുന്ന നന്മ? What is that goodness which comes out of Nazareth? ആ നന്മ കർത്താവായ യേശു ക്രിസ്തു അത്രേ. That goodness is the Lord Jesus himself. ആ നന്മ നിനക്കുണ്ടോ? എല്ലാം പ്രാപിപ്പാൻ കഴിയും. And if you have that goodness, you will be able to receive everything else. ആ യേശു നിനക്കുണ്ടോ? എല്ലാം പ്രാപിക്കാം. And if you have that Jesus, you will receive everything else. പത്തനംതിട്ട ജില്ലയിൽ In this Pathanamthitta district, ഇടയാറമുളയിൽ ജീവിച്ചിരുന്ന and a place called Idiyaramula, മഹാകവി കെ.വി. സൈമൺ സാർ ഉണ്ടായിരുന്നു. there was a great poet by the name of K.V. Simon. അദ്ദേഹം ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു. Once he told like this, തീ ഭക്ഷിക്കാൻ കഴിയും. തീയെ ഭക്ഷിക്കാൻ കഴിയും. തീ, അഗ്നി. are you able to eat fire? സമുദ്രജലം കുടിച്ചു വറ്റിക്കാം. Can you dry out or can you dry the waters of the ocean? പർവ്വതങ്ങളെ കൈകളിൽ അമ്മാനമാടാം. You can put the mountains in your hand. കൊടുങ്കാറ്റിനെ കയറുകൊണ്ട് പിടിച്ചു കെട്ടാം. You can tie the tempest or the storm with rope. കടൽപ്പുറത്തെ മണൽത്തരി എണ്ണി തീർക്കാം. You can count the sand on the seashore. എന്നാൽ മനസ്സെന്ന വിരുദനെ ആർക്ക് പിടിച്ചു കെട്ടുവാൻ കഴിയും? But who is able to control the mind of a person? മനസ്സിനെ പിടിച്ചു കെട്ടണമെങ്കിൽ If you have to control your mind, നിന്റെ മനസ്സ് ക്രിസ്തുവിനായി സമർപ്പിക്കണം. you must surrender your heart to Jesus. അവന്റെ സാരഥ്യം ഏറ്റെടുക്കുന്നുവെങ്കിൽ, If you will take upon yourself his drivership, ആ നസ്രനായ യേശുവിന് നീ നിന്നെ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ, if you will give control of your life to this Jesus of Nazareth, ഏകവഴിയായ ക്രിസ്തു, there is Jesus the true way, സകലരെയും രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തു, and the Jesus who is willing to save many, നിന്നെയും ഒരു ജയാളിയാക്കാൻ ആഗ്രഹിക്കുന്നു. he is wishing to make you a conqueror. സുവിശേഷം ഒരുവനെ ജയാളിയാക്കി തീർക്കുന്നത് അത്രേ. Gospel makes a person a conqueror. ആ നസ്രനായ യേശു നിനക്കുണ്ടോ? That Jesus of Nazareth, do you have him? ആ നസ്രത്തിൽ നിന്നുള്ള നന്മയാണ് യേശു ക്രിസ്തു. That goodness which came out of Nazareth is Jesus. രാത്രികാലം നന്മയാണ് ഞങ്ങൾ ഘോഷിക്കുന്നത്. Tonight we are preaching about that goodness. ആ നന്മയാകുന്ന ക്രിസ്തു നിനക്കുണ്ടോ? Do you have that goodness, Jesus? നീ ഒരു ജയാളിയായി തീരൂ. In order for you to become an overcomer, നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരും. and you will get the solution to your problems. യേശു നിന്റെ രക്ഷകനത്രേ. Jesus is truly your savior. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. അവൻ രക്ഷകനെന്ന് നീ വിശ്വസിച്ചേ മതിയാകെയുള്ളൂ. It is essential that you believe him and put your faith upon him as your deliverer and savior. മാത്രമല്ല, ഈ അന്ധനായവൻ ഇപ്പോൾ നിലവിളിക്കുന്ന എന്താണെന്ന് അറിയാമോ? And do you know why this blind man is crying now? ദാവീദ് പുത്ര എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. He is crying, "Oh, son of David." എന്താണ് ഇതിന്റെ അർത്ഥം? What does
this mean? ഒരുപക്ഷെ അവനൊരു യഹൂദനാകാം. Perhaps he might have been a Jew. ദാവീദ് പുത്ര എന്നെങ്ങനെ അവൻ വിളിക്കുന്നതല്ലെങ്കിൽ Otherwise he cannot call him as a son of David. യഹൂദാജനത്തിന് പ്രത്യാശയുണ്ട്. These people of Israel, they have a hope. യഹൂദാജനത്തിന്റെ പ്രത്യാശ വിഷയമാണ് യേശുക്രിസ്തു. Jesus is the hope of the people of Israel. അവൻ വിളിക്കുകയാണ്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. Therefore he is crying out expectantly, "Oh son of David, have mercy upon me. എന്നെ സൗഖ്യമാക്കണമേ. Oh please heal me. എനിക്ക് കാഴ്ച നൽകണമേ. Restore unto me my sight." ഇതാ യേശു നിന്നു. Jesus stood still. യേശു അവനോട് പറയുകയാണ്, Jesus is telling him, രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. told him two things. ആ രണ്ട് വാക്കുകൾ അധികാരത്തിന്റെ വാക്കുകളായിരുന്നു. And two words it spoke with authority. ശക്തിയുടെ വാക്കുകളായിരുന്നു. It is words of power. ആ വാക്ക് എന്തായിരുന്നു? What was that word? കാഴ്ച പ്രാപിക്കാം. Receive thy sight. അധികം ഒന്നും പറഞ്ഞില്ല. He did not say much. കാഴ്ച പ്രാപിക്കാം. Receive thy sight. ഉടൻ കാഴ്ച ലഭിച്ചു. And he received his sight quickly. അവന്റെ വാക്ക്, His word. അധികാരമുള്ള വാക്ക്, It is a word of authority. ശക്തിയുള്ള വാക്ക്, It is a powerful word. അത്ഭുതത്തിന്റെ വാക്ക്. It is a wonder-working word. ഉടൻ കാഴ്ചയുണ്ടായി. And that blind became sight. രാത്രി ഞങ്ങളും ശക്തിയോടെ പറയുന്നു, Tonight we also proclaim with power. അനേകരെ അന്ധതയിൽ നിന്ന് വിടുവിപ്പാൻ ആഗ്രഹിക്കുന്നു. God is desiring to deliver many of you from blindness. കാഴ്ച പ്രാപിക്കാം. You receive your sight. ഉടൻ തന്നെ വിടുതൽ. Instantly he was healed. യേശു പറഞ്ഞു. Jesus spoke. ഉടൻ തന്നെ സൗഖ്യം. And instantly he was healed. ഇതാ കാഴ്ച പ്രാപിച്ചവനോട് യേശു അടുത്തായിട്ട് എന്താ പറഞ്ഞത്? And nextly what did Jesus say? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. Thy faith hath saved thee. ഇന്ന് രാത്രികാലം This evening, ഈ നല്ല യേശു this good Jesus നിനക്ക് കാഴ്ച തരിക മാത്രമല്ല, is not only giving you sight, നിന്നെ ധൈര്യപ്പെടുത്തുകയാണ്, he is encouraging you. നിന്നെ He is ബലപ്പെടുത്തുകയാണ്. strengthening you. ധൈര്യമായിരിക്കെ, Be thou not discouraged. വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. Thy faith has saved, hath healed you. എന്താണ് വചനം പറയുന്നത്? What does the word of God say? ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കൂ. Out of darkness the light will shine forth. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. That is the commandment of God. ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്. And God has commanded. ഇന്ന് രാത്രി അവൻ പറയുന്നു, And tonight he is commanding. വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. Thy faith hath saved you. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. ഇതാ ഇവൻ നിലവിളിച്ചു. And this man is crying. അവൻ നസ്രയനായ യേശുവിനോട് നിലവിളിച്ചു. He is crying unto the Jesus of Nazareth. ദാവീദ് പുത്ര എന്ന് പറഞ്ഞ് കരഞ്ഞു. He is crying unto him, O son of David. ഇതാ ദാവീദ് പുത്രൻ അവനോട് കരുണ കാണിച്ചു. And the son of David showed mercy unto him. അവന് സൗഖ്യം കൊടുത്തു. And healed him. ഇപ്പോൾ അവൻ പറയുകയാണ്, And now he is saying, വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. Thy faith hath saved you. പ്രിയ ദൈവത്തിന്റെ ജനമേ, Oh dear people of God, പ്രിയ സ്നേഹിതരെ, dear friend, ഈ രണ്ട് കാര്യങ്ങൾ അവൻ ലഭിച്ചപ്പോൾ and when he received these two things, അവൻ എന്താണ് ചെയ്തത്? what did he do? അവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. He is coming nigh unto the Lord Jesus. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് വായിക്കുന്നു. And we see he started to glorify God. ഇന്ന് അനേകർക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഉള്ള അനുഗ്രഹങ്ങളും അനുഭവങ്ങളെ കുറിച്ച് അറിയാതെ പോകുന്നു. Many people are unaware of the blessing which they receive by reason of glorifying God. ഒരുവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവൻ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നത്? When a person glorifies God, what all blessing does he receive? ഒന്നാമതായിട്ട് ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, Firstly, when we read Philippians chapter 4 verse 7, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവന്, or the person who glorifies God, ദൈവിക സമാധാനം ലഭിക്കുന്നു. he receives godly peace. പ്രിയ സ്നേഹിത, നീ എന്ത് ചെയ്തിട്ടും സമാധാനം ഇല്ലാതിരിക്കുന്നുവോ? Oh dear friend, are you sitting here without any peace? ഇതാ നിനക്ക് സമാധാനം ലഭിപ്പാനൊരു വഴിയുണ്ട്. There is a way for you to receive that peace. നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക. You glorify God. വിദ്യാഭ്യാസം കൊണ്ട് നിനക്ക് സമാധാനം കിട്ടണമെന്നില്ല. Education will not grant you peace. കഴിഞ്ഞ ദിവസം നടന്ന സംഭവം നിങ്ങൾ വായിച്ചു കേട്ട് കാണുമല്ലോ. You might have read about that incident which took place very recently. അഭ്യസ്ത വിദ്യരായ 3 യൗവനക്കാർ, 3 young adults who are very much trained, അവരവരുടെ ജീവനെ ഒടുക്കി. they committed suicide. ആത്മഹത്യ പ്രശ്നത്തിന് പരിഹാരമല്ല. Suicide is not a solution to the problems. അവർ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നില്ല. They were not uneducated people. എന്നാൽ അവിടെ ഒരു സഹോദരനും 2 സഹോദരിമാരുമായിരുന്നല്ലോ അവർ.
But they came with one brother and one sister there. ആ സഹോദരന് മാന്യമായ ഒരു ന്യായമായ ഒരു പേരുണ്ടായിരുന്നു. And that brother had a good name. അവൻ ക്രൈസ്തവനായിരുന്നു. And he was a Christian. അവൻ ആത്മഹത്യ ചെയ്തതിനു മുമ്പ് എന്താ ചെയ്തത്? What did he do? നാം വായിച്ചല്ലോ. We read. മരണാനന്തര ജീവിതത്തെ കുറിച്ച് തേടി. He had a fear about afterlife. മരണാനന്തര ജീവിതത്തെ കുറിച്ച് തേടിയെങ്കിലും Even though he was scared about afterlife, ആത്മഹത്യയിൽ കലാശിച്ചു. he ended up committing suicide. കാരണം എന്താ? What was the reason? സമയം വൈകിപ്പോയി. Became too late. തേടേണ്ട സമയത്ത് യേശുവിനെ തേടണം. Seek Jesus while you should seek Jesus. മരണാനന്തര ജീവിതത്തെ അന്വേഷിക്കേണ്ട സമയത്ത് അന്വേഷിക്കണം. You seek for your afterlife when you must seek for it. അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ഇന്നും വാതിൽ തുറക്കപ്പെടുകയാണ്. And for all those who seek, the doors are opened even today. നീ ക്രൈസ്തവനോ അക്രൈസ്തവനോ നല്ല ദൈവം ചോദിക്കുന്നത്. The God is not asking whether you're a Christian or a non-Christian. നിനക്കൊരു മരണാനന്തര ജീവിതത്തെ കുറിച്ച് പ്രതീക്ഷയുണ്ടോ? Do you have a hope concerning afterlife? സമയം ഒട്ടും പാഴാക്കരുത്. Do not tarry much longer. നിന്റെ ജീവിതത്തിൽ സമാധാനമില്ലേ? Don't you have peace in your life? സമാധാന പ്രഭുവായ യേശുവിന്റെ അടുക്കലേക്ക് വന്ന് മുട്ടുമടക്കുക. You come and kneel before the God of peace, Jesus. അവനെ ആരാധിപ്പാൻ തീരുമാനിക്കുക. You decide to worship him. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. You confess and forsake your sin. ദൈവ മക്കളായി തീരുക. And become the children of God. നിനക്കിതാ സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവിക സമാധാനം മനസ്സിലും ഹൃദയത്തിലും നിറയ്ക്കാമെന്ന് വചനം പറയുന്നു. And the word of God says, in the peace of God which passeth all understanding shall keep your hearts and minds. ദൈവത്തെ മഹത്വപ്പെടുന്നതിന് ഒന്നാമതായിട്ട് കിട്ടുന്ന സമാധാനമാണ്. Firstly, you receive the peace of God when you glorify God. അതുകൊണ്ടാണ് ഞങ്ങൾ ആരാധനയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ അധികം ആഗ്രഹിക്കുന്നു. That's why through worship we want to glorify God much. ഞങ്ങൾ ഒരിക്കൽ ഇതുപോലൊരു കൺവെൻഷൻ നടത്തി. Once we conducted a convention like this. ഇതുപോലൊരു സ്ഥലത്തായിരുന്നില്ല. It was not in a place like this. അതൊരു പൊതുസ്ഥലത്തായിരുന്നു. It was in a public place. അപ്പോൾ ഇത് കൺവെൻഷൻ കഴിഞ്ഞ ഒരു സ്നേഹിതൻ വന്ന് ചോദിക്കുകയാണ്. After the convention, a friend came and asked, എന്താ നിങ്ങൾ ഈ സ്തോത്രം എന്ന് പറയുന്നത്? what is this sotram or this praise the Lord that you're saying? നമ്മുടെ സഹോദരൻ അത് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. So one of our brothers explained everything to him. ഇത് മനസ്സിലാക്കി നമ്മളാണ് സ്തോത്രം ചെയ്യുന്നത്. And he understood we are the people who praise God. നമുക്ക് ദൈവിക സമാധാനം അപ്പോൾ വർദ്ധിക്കുകയാണ്. And as we praise God, the godly peace is increasing in our life. പൗലോസ് എന്താണ് പറയുന്നത്? What does Paul say? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. The peace of God which passeth all understanding. നിങ്ങളുടെ മനസ്സും ഹൃദയവും കാക്കും. It shall keep your hearts and minds. അത് നാം എന്ത് ചെയ്യണം? What must we do? ദൈവത്തെ മഹത്വപ്പെടുത്തണം. We must glorify God. അപ്പോൾ നിന്റെ എല്ലാ പരാജയങ്ങളും മാറും. Then all your failures will be turned away. സ്വസ്ഥതയും വിശ്രാമവും ലഭ്യമാകും. And you will get peace and rest. രണ്ടാമതായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, secondly, when you glorify God, സങ്കീർത്തനം 22 വായിക്കുന്നു, ദൈവ സാന്നിധ്യം നിനക്ക് കിട്ടും. In Psalm 22 we read, we get the presence of God. മൂന്നാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാം. In verse 3 we can get the presence of God. ഇതിന് നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. And we must continue to praise and glorify God. ആകയാൽ ദൈവത്തിന്റെ മക്കളെ, oh dear children of God, ദൈവത്തെ മഹത്വപ്പെടുന്നത് ഒട്ടും കുറയ്ക്കരുത്. do not reduce your praises towards God. സ്തോത്രം ചെയ്യുന്നതും ദൈവത്തെ ആരാധിക്കുന്നതിനും കുറച്ചു കളയരുത്. do not come down in your experience of worshiping and praising God. കുടുംബ പ്രാർത്ഥനകൾ മുടക്കരുത്. do not put away your family prayers. ദൈവ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകട്ടെ. so that the presence of God might be in our homes. ദൈവ സാന്നിധ്യം നിന്നിൽ ഉണ്ടാകട്ടെ. so that the presence of God might be in you. ദൈവ സാന്നിധ്യം നമ്മുടെ സഭകളിൽ ഉണ്ടാകട്ടെ. so that the presence of God might be in our churches. ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. you glorify God. ദൈവത്തെ സ്തുതിക്കുവീൻ. you praise God. മൂന്നാമതായിട്ട്, thirdly, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ when you glorify God, ദൈവ ശക്തി ലഭിക്കും. you receive the power, the strength of God. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിൽ വായിക്കുമ്പോൾ കാണാം. when we read Luke the Gospel chapter 24, 49, 53 എന്നീ വാക്യങ്ങൾ വായിക്കുമ്പോൾ, when we read chapter 24 verses 49 and 50, വായിക്കുമ്പോൾ, when we read those verses, ദൈവത്തെ മഹത്വപ്പെടുന്നതിനാൽ ദൈവ ശക്തി ലഭിക്കും. you will receive the power of God. ഈ ദൈവത്തിന്റെ ശക്തിയാണ് അധികം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നിന്നെ ഒരുക്കുന്നത്. and this power will continue to strengthen you to praise God even further. ആകയാൽ ദൈവത്തെ മഹത്വപ്പെടുന്ന കാര്യം കുറച്ചു കളയരുത്. so do not reduce your praises of glorifying God. നാലാമതായിട്ട്, fourthly, 2 കൊരിന്ത്യർ 4 അധ്യായത്തിൽ വായിക്കുമ്പോൾ, when we read 2 Corinthians
Corinthians chapter 4 15ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, and verse 15. ദൈവത്തെ മഹത്വപ്പെടുന്നതോറും സ്തുതിക്കുന്നോറും കൃപ പെരുകിക്കൊണ്ടേയിരിക്കും. As you continue to praise God unceasingly, grace will abound. ആരിലെങ്കിലും ദൈവത്തിന്റെ കൃപ കുറഞ്ഞെന്ന് തോന്നുന്നെങ്കിൽ, If you feel grace has come down in your life, ഇന്ന് മുതൽ നമുക്ക് ആരംഭിക്കാം. from tonight you begin. ദൈവത്തെ അധികം സ്തുതിക്കാം. You continue to start to praise God. ദൈവത്തെ മഹത്വപ്പെടുത്താം. You glorify God. അതിനാൽ കൃപ പെരുകിക്കൊണ്ടേയിരിക്കും. And by reason of which grace will abound in your life. ആകയാൽ സ്തോത്രം കുറയ്ക്കേണ്ട. And therefore do not reduce your praises. പ്രാർത്ഥന കുറയ്ക്കേണ്ട. And therefore do not cease to pray. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. Shall we continue to praise God? കാഴ്ച പ്രാപിച്ച ഈ മനുഷ്യൻ എന്താണ് ചെയ്തത്? What does this man who received his sight do? ഈ ബർത്തിമായി എന്താണ് ചെയ്തത്? What is this Bartimaeus doing? അവൻ ദൈവത്തെ മഹത്വീകരിച്ചു. He is glorifying God. ദൈവത്തെ മഹത്വപ്പെടുത്തി. He is glorifying God. മാത്രമല്ല, Not only that, ഒടുവിലായിട്ട് അവൻ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? finally what is he doing? യേശുവിനെ അനുഗമിച്ചു. He started to follow Jesus. ദൈവനാമത്തിന് മഹത്വം Glory be to ഉണ്ടാകട്ടെ. the name of God. പ്രിയ സ്നേഹിതരെ, Oh dear friend, നിനക്ക് കാഴ്ച ലഭിക്കുന്നെങ്കിൽ, if you receive your sight, കാഴ്ച ലഭിച്ചെങ്കിൽ, and if you have received your sight, നന്മ കിട്ടിയെങ്കിൽ, if you have received that goodness, നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക. firstly you must glorify God യേശുവിനോട് ചേർന്ന് നിൽക്കുക. and stand with God. മാത്രമല്ല, Not only that, അവനെ അനുഗമിക്കുക. you continue to follow him. എന്തിനെ വെളിപ്പെടുത്തുന്നു? What does this show? കൂട്ടായ്മയെ വെളിപ്പെടുത്തുന്നു. And this shows fellowship. യേശുവുമായുള്ള ബന്ധത്തെ വെളിപ്പെടുത്തുന്നു. It shows the relationship with Jesus. യേശുവിനെ പിൻഗമിക്കുന്നതിന്റെ ഭാഗമത്രേ. This is an experience of following Jesus. ആകയാൽ ഇന്ന് രാത്രി തീരുമാനമെടുക്കാം. So tonight you decide. ഈ മനുഷ്യനെ പോലെ ആരെങ്കിലും And like this person, if anyone, ആത്മീയ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ, if you have lost your spiritual sight, മനസ്സ് കുരുടായിരിക്കുന്നെങ്കിൽ, if your heart has become blind, ഹൃദയം കുരുടായിരിക്കുന്നെങ്കിൽ, if your mind has become blind, ഈ അന്ധതയെ മാറ്റുവാൻ in order to remove this blindness, ശക്തനായൊരു വൈദ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. our very able physician is in our midst this നീ evening. പല വൈദ്യന്മാരുടെ അടുക്കൽ പോയത് മതിയാക്കുക. Stop going to many other physicians. Stop that. അവൻ പരമ വൈദ്യനത്രേ. He is the ultimate physician. രാത്രി അത്ഭുത വിടുതൽ അവൻ തരാൻ ആഗ്രഹിക്കുന്നു. He is wanting to give you a wonder healing tonight. നീ നിലവിളിപ്പാൻ തീരുമാനിക്കുമോ? And if you will decide to cry out, കരയുവാൻ ആഗ്രഹിക്കുമോ? if you will decide to pray with tears, ഇതാ നല്ല യേശു നിനക്ക് വേണ്ടി the വന്നിരിക്കുന്നു. good Jesus has come for you. അവൻ നിന്നെ വിടുവിക്കുന്നവൻ. He is the one who delivers you. അവൻ നിന്നെ അനുഗ്രഹിക്കുന്നവൻ. He is the one who blesses you. അവനെ മഹത്വപൂർണമായ ഒരു ജീവിതം അവനെ മഹത്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ നമുക്ക് ആഗ്രഹിക്കാം. And shall we desire to lead a life glorifying God? ഈ ദൈവത്തെ സ്തുതിക്കുന്ന ഇവിടം വെച്ച് തീരുകയില്ല. And this praising will not cease on this earth itself. ദൈവത്തിന്റെ മക്കൾ അഥവാ സഭ നിത്യതയിലും ദൈവത്തെ സ്തുതിപ്പാൻ പോകുകയാണ്. The church will also praise God even in eternity. വെളിപ്പാട് പുസ്തകം പറയുന്നു, The book of Revelation says, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. his servants shall worship him. അവർ അവന്റെ മുഖം കാണൂ. They shall see his face. നിത്യതയിൽ നിത്യം നിത്യം നിത്യമായി And for eternity, forever and ever. നാം ദൈവത്തെ ആരാധിപ്പാൻ പോകുന്നു. We are going to continue to worship നാം God. ദൈവത്തെ മഹത്വീകരിപ്പാൻ പോകുന്നു. We are going to glorify God. ആകയാൽ സ്തോത്രം കുറയ്ക്കരുതേ. Therefore, do not cease to praise God. സ്തുതി ചെയ്യുന്നത് നിർത്തിക്കളയരുതേ. Do not cease to exalt and honor God. നിലവിളിയും പ്രാർത്ഥനയും കുറയ്ക്കരുതേ. Do not cease to pray and to cry out to God. യേശുവിനോട് ചേർന്ന് നിൽക്കുക. You stand very close to God അവനെ അനുഗമിക്കുക. and start to follow him. അവൻ എവിടെ പോകുന്നു, Wherever he goes, അവന്റെ പിന്നാലെ പോകാൻ and തീരുമാനിക്കുക. you decide to go behind him. രാത്രി നല്ല യേശു നിനക്ക് വേണ്ടി വന്നിട്ടുണ്ട്. Tonight the Jesus has come for you. നിന്റെ കണ്ണുനീർ കണ്ടു മറുപടി തരുന്നവൻ, The one who answers you looking at your tears. നിന്റെ നിസ്സഹായ അവസ്ഥയെ കാണുന്നവൻ, When the one who sees your helpless state. വഴി ആധാരമാക്കി വഴിയാധാരമായ മനുഷ്യനെ കണ്ടു മനസ്സറിഞ്ഞവൻ, And the one who melted upon seeing the man begging by the wayside. എനിക്ക് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിച്ചവന്റെ, The one who lamented saying, I have no one. ആ നിർത്താത്ത വിലാപത്തെ കേട്ടവൻ, And hearing upon that unceasing cry. സ്നേഹിതാ നിന്നെ വിടുവിപ്പാനായി ഇവിടെ വന്നിട്ടുണ്ട്. That same Jesus has come here in order to deliver you. ഞങ്ങളെ രക്ഷിച്ചവൻ, The one who saved us. ഞങ്ങൾക്ക് സമാധാനം തന്നവൻ, The one who gave us peace.
peace. നിങ്ങൾക്ക് സമാധാനം തരാൻ ആഗ്രഹിക്കുന്നു. He is desiring to grant you peace. സാക്ഷാൽ സമാധാന പ്രഭുവായ യേശു നമ്മുടെ മധ്യ നടകൊള്ളുന്നു. Yes, the true Prince of Peace is moving in our midst. എത്ര പേർ വിശ്വസിക്കുന്നു? How many of you believe? വിശ്വസിക്കുന്നവർ മുഴങ്കാൽ മടക്കട്ടെ. All those who believe, be on your knees. കണ്ണുകളെ അടയ്ക്കട്ടെ. You close your eyes. കൈകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്തട്ടെ. You lift up your hands towards God. രാത്രി നിന്നെ വിടുവിപ്പാൻ യേശു ആഗ്രഹിക്കുന്നു. Jesus is desiring to deliver you this ഈ evening. കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ തന്നെ On the first night of this convention, നിനക്കൊരു അത്ഭുത വിടുതലുണ്ട്. there is a wonder healing for you. നസ്രേനായ യേശു എവിടെ ഉണ്ടോ, Where there is Jesus of Nazareth, അവിടെ വിടുതലുണ്ട്. there is a healing. ദൈവത്തിന്റെ ആത്മാവ് എവിടെ ഉണ്ടോ, Where there is the Spirit of അവിടെ God, വിടുതലുണ്ട്. there is deliverance. രാത്രി ദൈവത്തെ മഹത്വീകരിപ്പാൻ തീരുമാനിക്കാം. Tonight you decide to glorify God. എന്റെ നിസ്സഹായ അവസ്ഥയെ ഓർത്ത് എന്നോട് കരുണ കാണിക്കണമേ. Oh Lord, have mercy upon my helpless state. എന്റെ കണ്ണുനീരിനെ നീ മറികടക്കരുതേ. Do not pass by my tears. എന്നോട് ക്ഷമിക്കണമേ. Please forgive me, O Jesus. അളവില്ലാത്ത കൃപ എനിക്ക് തരണമേ. Show upon me your unending grace. എന്റെ പരാജയങ്ങളെല്ലാം ജയമാക്കി തീർക്കണമേ. Turn all my failures into victories. എന്റെ ഭാരങ്ങളെല്ലാം ചുമക്കണമേ. Please take away my burdens and bear them. എന്റെ നിന്നയെല്ലാം നീക്കി കളയണമേ. Please take away all my shame. ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. Oh Lord, I'm coming unto you. എത്ര പേര് ആഗ്രഹിക്കുന്നു? How many of you desire? പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. Let the voice of prayer arise. സ്തോത്രത്തിന്റെ ശബ്ദം ഉയരട്ടെ. Let the voice of praises increase. എല്ലാവരും വായി തുറന്നാട്ടെ. Everyone open your mouths. അടുത്തും അകലെയും നിൽക്കുന്ന എല്ലാവർക്കും സൗജന്യമായി പ്രാർത്ഥിക്കാം. And all those who are near and far can cry and pray freely. നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകളാൽ യേശുവിനോട് പ്രാർത്ഥിക്കാം. By using your own words to cry to Jesus. നിന്റെ ആ ചെറിയ വാക്കുകൾ അവൻ കേൾക്കും. He will listen to your feeblest word. നിന്റെ മിതമായ വാക്കുകൾക്ക് അവൻ മറുപടി തരും. Even the most silent word he will give answer to. ഇന്ന് നിന്റെ രക്ഷാ ദിവസമാണ്. Today is the day of your ഇന്ന് salvation. നിനക്ക് കാഴ്ച കിട്ടുന്ന ദിവസമാണ്. Today is the day wherein you receive sight. രാത്രി വിടുതലിന്റെ രാത്രിയാണ്. Tonight is the night of deliverance. അവനെ മഹത്വീകരിച്ചാട്ടെ. You glorify him. അവനെ സ്തുതിച്ചാട്ടെ. You praise him. അതിരങ്ങളുടെ സ്തോത്രം ഉയരട്ടെ. And from your lips shall praises arise. കൈകളെ തട്ടി ആരാധിച്ചാട്ടെ. You clap your hands and praise God. അഭിഷേകത്തിന് ഒരു ആരാധന ഉണ്ടാകട്ടെ. Let there be a worship in the midst of the എല്ലാ congregation. ദൈവമക്കളും Oh, children of God. ദൈവത്തെ ആരാധിച്ചാട്ടെ. You worship God. വിടുവിക്കുന്നവൻ വന്നിട്ടുണ്ട്. The one who delivers is here. യെരിഹോവിൽ ഇറങ്ങിയവൻ. The one who came from Jericho. തിമായിയുടെ മകനായ ബർത്തിമായെ വിടുവിച്ചവൻ. The one who delivered the Bartimaeus, son of Timaeus. രാത്രി നിന്റെ പേര് എന്തുമായിക്കൊള്ളട്ടെ. No matter what might be your name, he is not looking at your face. അവൻ ഉയരം നോക്കുന്നില്ല. He is not looking at your stature. നിന്റെ കരച്ചിൽ അവൻ കേൾക്കുന്നു. He is only hearing your cry. കൈകളെ തട്ടി ആരാധിച്ചാട്ടെ. You clap your hands and worship him. വായി തുറന്നാട്ടെ. Open your mouths and worship രാത്രി him. കർത്താവ് നിന്നെ വിടുവിക്കുന്നു. Tonight God is delivering you. രാത്രി വിടുതലിന്റെ ദിവസമത്രേ. Tonight is the night of deliverance. ഈ കൺവെൻഷൻ തീരും വരെ കാത്തിരിക്കണ്ട. Do not wait till the end of the convention. ഇപ്പോൾ തന്നെ Right now, വചനം പറയുന്നു. as you speak the word, സുപ്രസാദ കാലം. this is the acceptance ഇത് time. രക്ഷാ ദിവസം. This is the day of salvation. ഞങ്ങൾ പറയുന്ന രക്ഷാ സമയമത്രേ. This is the time of ഒരു salvation. സെക്കൻഡും പാഴാക്കേണ്ട. Do not waste even 1 second. രാത്രി സമാധാനത്തോടെ നിനക്ക് വീട്ടിൽ പോകാം. Tonight you will be able to go back with peace. ദൈവ സാന്നിധ്യം അനുഭവിക്കാം. You will be able to experience the presence of ദൈവ God. ശക്തി വ്യാപരിക്കുന്നു. The power of God is moving. കസേരകളിലും നിലത്തിരിക്കുന്നവർ ദൈവശക്തി വ്യാപരിക്കുന്നു. All the people who are sitting on the chair, on the floor, the power of God is moving. ദൈവ കൃപ പെരുകട്ടെ. Let grace of God abound. എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്ടെ. All of you worship God. തങ്ങളെ തന്നെ മറന്ന് You forget yourself. കർത്താവിന് മഹത്വം കൊടുത്ത് Glorify and magnify നമുക്ക് God. ഒരുമിച്ച് അവനെ ആരാധിക്കാം. Shall we worship him together? സമ്പൂർണമായി നിന്നെ സമർപ്പിക്കുക നിന്റെ കരുണയില്ല. ചേർന്ന് പഠിച്ചാട്ട്. ആശ്രയിക്കാ സമ്പൂർണമായി എല്ലാരും ചേർന്ന് പഠിക്കേ. ആശ്രിതർക്കഭയം അരുളിടും നാഥൻ അഗതിയായി നിന്നെ വിടുകയില്ല. പോരാ, എല്ലാവരും ചേർന്ന് പഠിക്കാട്ടെ. സമ്പൂർണമായി നിന്നെ സമർപ്പിക്കുക തന്റെ കരുണയിൽ അനുദിനം ആശ്രയിക്കാം. സമ്പൂർണമായി നിന്നെ സമർപ്പിക്കുക തന്റെ കരുണയിൽ അനുദിനം ആശ്രയിക്കാം.
ആശ്രിതർക്കഭയം അഗതിയായി നിന്റെ